സുന്നത്തുവിന്റെ അർത്ഥം മാറ്റി. ഇനി എന്താണ് തുടർച്ചയെ പറഞ്ഞ വിഷയം ഞാനൊന്ന് നിങ്ങൾക്ക് വായിച്ചാൽ കേൾപ്പിച്ചു തരാം. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് വൽ അഫ്ളലു ലിൽ ഇമാമി, ഇമാമിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഇദാ സല്ലമ, ഇമാമ സലാം വീട്ടിയാൽ അൻ യഖൂമ മിൻ മുസല്ലാഹു, അയാൾ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കലാണ്. ഇവിടെ ശരിക്കും മനസ്സിലാക്കണം. മുസല്ലാഹു എന്ന് പറഞ്ഞ അർത്ഥം നിസ്കരിച്ച സ്ഥലം. നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസുണ്ടാകാൻ പാടില്ല എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസുണ്ടാകാൻ പാടില്ല എന്ന് അർത്ഥം എന്താ? അയാളുടെ ശരീരം എവിടെയാണോ സ്പർശിച്ച് നിൽക്കുന്നത് ആ സ്ഥലത്ത് നജസുണ്ടാകാൻ പാടില്ല. അതിനപ്പുറം ഇപ്പുറം ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നല്ല. അപ്പൊ അയാളുടെ ശരീരം എവിടെയാണോ സ്പർശിച്ച് നിൽക്കുന്നത് ആ സ്ഥലത്ത് നജസുണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പൊ മുസല്ല എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥലം പറഞ്ഞുകൊണ്ടെന്ന ഉദ്ദേശം മഹല്ലു സലാത്ത്, നിസ്കരിക്കുന്ന സ്ഥലം, അയാളുടെ ശരീരം സ്പർശിച്ച് നിൽക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് അയാൾ ഇരിക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് അയാൾ എഴുന്നേൽക്കണം. അഖിബ സലാമിഹി, അദ്ദേഹത്തിന്റെ സലാമിന്റെ ഉടനെ എഴുന്നേൽക്കണം. ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ, അദ്ദേഹത്തിന്റെ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ അവിടെയാണ് മൗലവി പറയുന്നത്. ഞാൻ പിന്നെ വീർക്കും പേരോടെ പെണ്ണുങ്ങളുണ്ട് എന്ന് കിട്ടിപ്പോയി, കൂട്ടുപ്രാർത്ഥന ഇല്ല എന്നും കിട്ടിപ്പോയി മൗലവി പറയും. അത് മൗലവിന്റെ അങ്ങേയറ്റത്തെ വിട്ടിട്ടാണ് അയാളെ ഞാൻ ചൊറച്ച് തള്ളിയിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ശരിക്കും അയാളെ വാദം എന്താണെന്നറിയോ? അയാളെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും നിസ്കരിക്കുമ്പോ പിന്നിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്ന അയാളെ വാദം. പിന്നെ രണ്ടാമത്തെ അയാളെ വാദം എന്താ? നബിയും സഹാബത്തും നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോയിരുന്നു എന്നാണ് അയാളെ വാദം. അപ്പൊ ആലോചിച്ച് നോക്ക്, പെണ്ണുങ്ങൾ ഉണ്ട് എന്നാ ഇയാൾ പറയുന്നത്, എന്നാ എഴുന്നേറ്റ് പോയിട്ടില്ല എന്നാ വരിക. ഇയാൾ എഴുന്നേറ്റ് പോയി എന്നാ ഇയാൾ പറയുന്നത്, എന്നാ പെണ്ണുങ്ങളില്ല എന്നാ വരിക. ഇയാൾ പറഞ്ഞ പോലെയാണെങ്കിൽ, അതായത് പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണം ഇയാൾ അർത്ഥം വെച്ച്. അപ്പൊ നബിയും സഹാബത്ത് നിസ്കരിക്കും പെണ്ണുങ്ങൾ ഉണ്ടെന്നോ ഇല്ലാന്നോ ഇയാൾ പറയുന്നത്? ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ടെന്നാ പറയുന്നെങ്കിൽ നബിയും സഹാബത്ത് എഴുന്നേറ്റ് പോയിട്ടില്ല എന്നാ വരിക. അല്ല, ഇല്ലാന്നാ പറയുന്നത്. ഇല്ലാന്നാ പറയുന്നത്, എന്നാ പെണ്ണുങ്ങൾ നബിയുടെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ള വാദം പൊളിയുകയും ചെയ്തു. അപ്പൊ ഫുഖഹായി ആ ഇബാറത്ത് വെച്ചത് കറാമത്തോടുകൂടി വെച്ചപ്പോ ഇബാറത്താണ് മൗലവിമാരെ തളച്ചു കെട്ടാനുള്ള ഇബാറത്താണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും മനസ്സിലാക്കി വെച്ചോളി. വൽ അഫ്ളലു ലിൽ ഇമാമി, ഇമാമിനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഇദാ സല്ലമ, ഇമാം സലാം വീട്ടിയാൽ അൻ യഖൂമ മിൻ മുസല്ലാഹു, ഇമാം നിസ്കരിച്ച സ്ഥലം. ഇമാം നിസ്കരിക്കുമ്പോൾ ഇരുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, നേഴ്സുണ്ടാകാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കലാണ്. അഖിബ സലാമിഹി, സലാം വീട്ടിയ ഉടനെ. ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ, അദ്ദേഹത്തിന്റെ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഇവിടെ പറഞ്ഞിട്ടില്ല. എഴുന്നേറ്റ് നിൽക്കണം എന്നവർ, എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം പറഞ്ഞിട്ടില്ല. ഇനി ബാക്കി കേട്ടോളി. ഫൈലം യുരിദു ദാലിക, എഴുന്നേറ്റ് നിൽക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഫസ്സുന്നത്തു, ആ ഇമാമിന് സുന്നത്തായ കാര്യം അൻ യജ്അല, അദ്ദേഹം ആക്കലാണ് വലൗ ബിൽ മസ്ജിദിൻ നബവി, അത് നബിതങ്ങളുടെ പള്ളിയിലാണെങ്കിലും അലാ മുശർരിഫിഹി അഫ്ളലു സ്വലാത്തി വസ്സലാം, അതിന് ബഹുമാനം നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റം വളരെ ശ്രേഷ്ഠമായ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നബിയുടെ പള്ളിയുടെ പ്രത്യേകതയെ കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം അവസാനം പറയാണ് യമീനഹു, യമീനഹു, ആ ഇമാമിന്റെ വലതു ഭാഗത്തെ ആക്കണം, ലിൽ മഅ്മൂമീന, മഅ്മൂമീങ്ങളിലേക്ക് ആക്കണം, വയസാറഹു ലിൽ മിഹ്റാബി, ഇടതു ഭാഗം മിഹ്റാബിലേക്ക് ആക്കണം. എന്താ ഇപ്പൊ പറഞ്ഞത്? ഇമാമിന്റെ ഏറ്റവും നല്ല രൂപം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങളിലേക്ക് മുന്നെടുക്കുക, അഥവാ ഖിബിലയിൽ നിന്ന് തിരിയുക. അതാണ് നേരത്തെ ഇബാറത്തിൽ കല്ലൂബി പറഞ്ഞത്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഖിബിലയിൽ നിന്ന് തിരിയുക. ഒന്ന്, അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരിയുന്ന ആൾക്ക് ഇനി വേണമെങ്കിൽ ഇരിക്കാം, നിൽക്കാം, രണ്ടും ആകാം. പക്ഷെ അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എഴുന്നേറ്റ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അയാൾ നിൽക്കണമെന്നില്ല. അദ്ദേഹത്തിന് സുന്നത്ത് കിട്ടാൻ അദ്ദേഹം ഇരുന്ന ഇരുത്തിൽ തന്നെ വലതു ഭാഗം മൗമൂമികളെ ആക്കിയാൽ മതി. നമുക്കിവിടെ ജഅലു യമീനിഹി, വലതു ഭാഗം മൗമൂമികൾ ആക്കുക എന്നതാണ് സുന്നത്ത്. അപ്പൊ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്താണ്?
വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്കാക്കുക, ഇടത് ഭാഗം ഖിബ്ലയിലേക്കാക്കുക. ഇതാണ് സുന്നത്ത്. അതിന് രണ്ട് രൂപമാണ്. ഒന്ന് ഇരുന്നു കൊണ്ട് തിരിയുക, മറ്റൊന്ന് നിന്നുകൊണ്ട് തിരിയുക. ഇത് നിന്നുകൊണ്ട് തിരിയുന്ന രൂപം ചെയ്യുന്നില്ലെങ്കിൽ ഇരുന്നു കൊണ്ടാകാം. നിന്നുകൊണ്ടാകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഇതാ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. ഇതിനപ്പുറം ഒന്നും അവിടെ പറഞ്ഞില്ല. ഇനി വലൗ ബിൽ മസ്ജിദ് നബവി അലാ മുസല്ലിഫിഹി അഫ്ളലു സ്വലാത്തി വസ്സലാം കമാ ഖലാഹു ഇത്ലാഖുഹും. അപ്പൊ മദീനത്തെ പള്ളി, മദീനയിലെ നബിതങ്ങളുടെ പള്ളിയിലാണെങ്കിലും എന്ന് പറഞ്ഞല്ലോ, അതെവിടെ നിന്ന് കിട്ടി? അതിന് മഹാനവറുകൾ പറയാണ്, ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്, മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്കാക്കണം എന്നാണ്, ഇടത് ഭാഗം ഖിബ്ലയിലേക്കാക്കണം എന്നാണ്. അത് മദീനത്തെ നബിയുടെ പള്ളിയിൽ വേർതിരിച്ചുകൊണ്ട് മുൻഗാമികൾ പറഞ്ഞിട്ടില്ല. ആ ഇമാമിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ്, എല്ലാ പള്ളിയെ സംബന്ധിച്ച് ഒരേ നിയമ പറഞ്ഞത്, ആ മൊത്തത്തിൽ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. അഥവാ മദീനത്തെ നബിതങ്ങളുടെ പള്ളിയിലാണെങ്കിലും വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്ക് ആക്കി തന്നെയാണ് ഇരിക്കേണ്ടത് എന്ന് പറയുന്നതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വയ്യുഅയ്യിദുവിന്റെ അർത്ഥം എന്താണ്? വയ്യുഅയ്യിദുവിന്റെ അർത്ഥം അതിന്റെ ഹാശിയയിൽ ശർവാനി കൊടുത്തത് കാണാം. വയ്യുഅയ്യിദു തമീമൽ മദ്കൂറ, സർവ്വ പള്ളികളിലും ചെയ്യേണ്ടത് വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്കാക്കി ഇരിക്കലാണ് സുന്നത്ത് എന്നതാണ്. അപ്പൊ അവിടെ വയ്യുഅയ്യിദുവിന്റെ അർത്ഥം എല്ലാ പള്ളിയിലും വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്കാക്കണം എന്ന് പറയുന്നതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാ. അതിന് മൗലവി വെച്ച അർത്ഥം എന്താണെന്നറിയോ? ഇപ്പറഞ്ഞ കാര്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നേരാ ഇപ്പറഞ്ഞ കാര്യോ? എണീറ്റ് പായണോ, എണീറ്റ് ഇമാം എഴുന്നേറ്റ് പോകണോന്നറിയാൻ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാണ് മൗലവി. അതിനാ ഇപ്പറഞ്ഞ കാര്യമോ എന്ന് മൗലവി അർത്ഥം മാറ്റിയത്. അത് വെച്ചോട്ടെ അവനെ വയ്യുഅയ്യിദുവിന്റെ അർത്ഥം മാറ്റിയത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? വയുഅയ്യിദുഹു, ഇപ്പറഞ്ഞ കാര്യത്തെ ശക്തിപ്പെടുത്തുന്നു. അന്നൽ ഖുലഫാ അർ-റാശിദീൻ, ഖുലഫാ ഉർ-റാശിദീങ്ങളായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖലീഫമാരും വമൻ ബഅദഹും, അവർക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളും. അതെ, അപ്പൊ അല്ലേ വയ്യുഅയ്യിദുഹു അർത്ഥം വെച്ചാ ഇപ്പറഞ്ഞ കാര്യത്തെ ശക്തിപ്പെടുത്തും. ഇപ്പറഞ്ഞ മൂപ്പരെന്താ മുമ്പ് പറഞ്ഞു വെച്ചത്? എഴുന്നേറ്റ് പോകണോ. അപ്പൊ ഖിയാമിന്റെ അർത്ഥം മാറ്റിയിട്ട് എഴുന്നേറ്റ് പോകണോന്ന് അർത്ഥം വെച്ചിട്ട് അപ്പറഞ്ഞ കാര്യം ഒന്നാക്കി. യുഅയ്യിദുഹു എന്നുള്ള ദമീറിന്റെ മർജിഹ് അതേ തുഫന്റെ നേരെ വലതുവാൻ വായിക്കാൻ മതി. ഹാശിയയിൽ വയ്യുഅയ്യിദു തമീമൽ മദ്കൂറ, ഈ പറയപ്പെട്ട വ്യാപകമായ കാര്യം എന്ന് പറഞ്ഞാലോ എല്ലാ പള്ളിയിലും വലതു ഭാഗം മുകളിലേക്കാക്കിയിട്ടാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അത് മൗലവി അർത്ഥം മാറ്റി. എനിക്ക് കേട്ടോളൂ, എന്താ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്? അന്നൽ ഖുലഫാ അർ-റാശിദീന, എല്ലാ പള്ളിയിലും വലതു ഭാഗം മഅ്മൂമിങ്ങളിലേക്കാക്കി ഇടത് ഭാഗം ഖിബ്ലയിലേക്കാക്കി ഇരിക്കണം എന്നതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അന്നൽ ഖുലഫാ അർ-റാശിദീന, ഖുലഫാ ഉർ-റാശിദീങ്ങളായ മഹാന്മാർ, വമൻ ബഅദഹും, ആ ഖുലഫാ ഉർ-റാശിദീങ്ങളുടെ ശേഷം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വരെയുള്ള എല്ലാ ഇമാമിങ്ങളും, വെറും ഖുലഫാ ഉർ-റാശിദീങ്ങൾ മാത്രമല്ല, ഖുലഫാ ഉർ-റാശിദീങ്ങളും വമൻ ബഅദഹും, അവരുടെ ശേഷമുള്ള താബിഈകളും ശേഷമുള്ള ഇമാമികളും, കാനൂ, അവരായിരുന്നു യുസല്ലൂന ബിമിഹ്റാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്നവരായിരുന്നു. അവിടെ ഞാൻ മിഹ്റാബ് എന്നതിന് നിസ്കരിച്ച സ്ഥലത്ത് വെച്ച് ഞാൻ മനഃപൂർവ്വം അർത്ഥം പറഞ്ഞതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. അപ്പൊ മിഹ്റാബ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്നാണ്. അത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഹാശിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളൂ, വലം യുറഫ് അൻ അഹദിൻ മിൻഹും, ആ ഖുലഫാ ഉർ-റാശിദീങ്ങളിൽ നിന്നുള്ള ഒരാളിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ല, അവരെ ശേഷം ഉള്ള ഇമാമിങ്ങളിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ല, ഖിലാഫു മാ ഉരിഫ മിൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയപ്പെട്ടതിന് വിരുദ്ധമായ ഒരു രൂപം അറിയപ്പെട്ടിട്ടില്ല.
നബിയിൽ നിന്ന് എന്താ അറിയപ്പെട്ടത്? അത് നേരത്തെ സഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ നേരത്തെ കേൾപ്പിച്ചു. അത് ഫത്ഹുൽ ബാരിയിലുമുണ്ട്, എല്ലാ കിതാബിലുമുണ്ട്. അതെന്താണ്? വലത് ഭാഗം മഅ്മൂമീങ്ങളിലേക്കും ഇടത് ഭാഗം മിഹ്റാബിലേക്കുമാക്കി ഈ ഖിബലയിലേക്കുമാക്കി ഇരിക്കുക. ആ ഇരിക്കുക എന്നതാണ് നബിയിൽ നിന്ന് അറിയപ്പെട്ടത്. ആ അറിയപ്പെട്ടതിന് വിരുദ്ധമായി ഒരു ഖുലഫായിൽപ്പെട്ട ഖലീഫമാരിൽപ്പെട്ട ഒരു സഹാബിയിൽ നിന്നും ഒരു ഇമാമിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ല. ഇനിയും കേട്ടോളൂ. അപ്പോൾ മദീനത്തെ നബിതങ്ങളെ പള്ളിയിലാകുമ്പോൾ അതാ ഇടത് ഭാഗം ജനങ്ങളിലേക്കും വലത് ഭാഗം മിഹ്റാബിലേക്ക് ഖിബലയിലേക്കുമാക്കി ഇരിക്കണം എന്ന് പറയുന്ന ആശയം ഫീഹി നദറുൻ, അതിൽ സംശയമുണ്ട്. അങ്ങനെ പറയുന്ന ഇമാമിങ്ങളുണ്ട്. അതെന്താ അവരെങ്ങനെ പറയാൻ കാരണം? അവരെങ്ങനെ പറയാൻ കാരണം അതിന് നല്ല ന്യായമുണ്ട്. അവരെ പറയുന്നതിന് നല്ല ന്യായമുണ്ട്, ശക്തിയായ ന്യായമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മനുഷ്യന്റെ പിൻഭാഗം തിരിഞ്ഞിരിക്കുമ്പോൾ ആയിപ്പോകും. കാരണം നബി തങ്ങളുടെ ഖബർ ശരീഫുള്ളത് ആ ഭാഗത്താണ്. അതുകൊണ്ട് അവരെ പറയുന്നതിന് നല്ല ന്യായമുണ്ട്. പക്ഷേ ഖുലഫാഉർ റാഷിദീങ്ങളും മറ്റുള്ള ഇമാമീങ്ങളും അവർ പറയുന്നതനുസരിച്ച് അങ്ങനെ ഇരുന്നതായി അറിയപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയായിരുന്നത്? ഇടത് ഭാഗം ഖിബലയിലേക്കും വലത് ഭാഗം മുഅ്മിനീങ്ങളിലേക്കുമാക്കിയിട്ടാണ് ഖുലഫാഉർ റാഷിദീകൾ നബി തങ്ങൾ ഇരുന്നത് പോലെ തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. നബി തങ്ങളിൽ നിന്ന് അറിയപ്പെട്ടതിന് വിരുദ്ധമായി അവരിരുന്നിട്ടില്ല. ലാ സിയമ അവര് പറഞ്ഞതിന് ന്യായമുണ്ട് എന്ന് ഞാൻ പറഞ്ഞേ. പ്രത്യേകിച്ചും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം വന്നാൽ ആ നിർദ്ദേശത്തെക്കാൾ പരിഗണിക്കേണ്ടത് അദബിനെയാണ് എന്ന് ഒരു അടിസ്ഥാന തത്വം ഉണ്ട്. അപ്പൊ അടിസ്ഥാനമനുസരിച്ച് ചെയ്യേണ്ടത് കൽപ്പനയുള്ളത് വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടത് ഭാഗം ഖിബലയിലേക്കുമാക്കി ഇരിക്കാനാണെങ്കിലും നബിതങ്ങളോടുള്ള അദബിന് വേണ്ടി തിരിഞ്ഞ് അതാ നബിതങ്ങളുടെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് ഖബറിന്റെ ഭാഗത്തേക്ക് പിൻഭാഗം വന്നു പോകാതിരിക്കാൻ വേണ്ടി അതാ മദീനത്തെ പള്ളിയിൽ മാത്രം ഇടത് ഭാഗം ജനങ്ങളിലേക്കും വലത് ഭാഗം ഖിബലയിലേക്കുമാക്കിയിരിക്കുന്നത് അതാണ് നല്ലതെന്ന് പറയുന്നവർക്ക് അങ്ങനെയും വേണമെങ്കിൽ ന്യായം പറയാം. പക്ഷേ ഖുലഫാഉർ റാഷിദീങ്ങളും അവരെ ശേഷമുള്ളവരും നബിതങ്ങൾ ഇരുന്നതുപോലെ ഇരുന്നതല്ലാതെ നബിതങ്ങൾ ഇരുന്നതിനെതിരായി ഇരുന്നത് അറിയപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, എന്താണ് നബിയിൽ നിന്ന് അറിയപ്പെട്ട ഇരുത്തം, എന്താണ് സുന്നത്തായ ഇരുത്തം, എന്താണ് ഖുലഫാഉർ റാഷിദീകൾ ഇരുന്ന ഇരുത്തം? യമീനഹു ലിൽ മഅ്മൂമീന, ഇമാമിന്റെ വലത് ഭാഗം മഅ്മൂമികളിലേക്ക്, വയസാറഹു ലിൽ മിഹ്റാബി, ഇടത് ഭാഗം മിഹ്റാബിലേക്ക്, വലൗ ഫി ദുആഇ, അത് ദുആ നടത്തുന്ന സമയത്താണെങ്കിലും ശരി, വൻസിറാഫുഹു, ശരിക്കും കേട്ടോ, വൻസിറാഫുഹു, ആ ഇമാമിന്റെ തിരിയൽ, അതായത് നിസ്കരിച്ച സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് അവിടെ തിരിഞ്ഞു നിന്നാലും തിരിഞ്ഞ് ഇരുന്നാലും ഇനി അതേ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒരൽപ്പം ഇങ്ങോട്ട് തെറ്റി തഹവൂലായി തെറ്റിയിരുന്നാലും ഈ തെറ്റിയിരിക്കലുണ്ടല്ലോ ദിക്ർ സുന്നത്താണ് എന്നതിന് എതിരല്ല. ലഹു ഇമാമിന് ദിക്ർ സുന്നത്താണ് എന്നതിനെതിരല്ല. അഖിബഹ, നിസ്കാരത്തിന്റെ ഉടനെ ഇമാമിന് ദിക്ർ സുന്നത്താണ് എന്നതിനെതിരല്ല. ലിഅന്നഹു, ആ ഇമാം ആയതിനു വേണ്ടി ആ ദിക്ർ കൊണ്ടുവരണം. എവിടുന്ന്? ഫീ മഹല്ലിഹി അല്ലദീ യൻസരിഫു ഇലൈഹി, അവൻ തിരിഞ്ഞിരുന്ന തെറ്റിയിരുന്ന ആ സ്ഥലത്ത് വെച്ച് അവൻ അത് കൊണ്ടുവരേണ്ടതാണ്. ഇതാ പറഞ്ഞത് തുഫൈൽ. അപ്പൊ എന്താ അപ്പൊ തുഫൈൽ പറഞ്ഞത്? അയാൾ നിന്നിട്ടോ ഇരുന്നിട്ടോ ദിക്റും ദുആയും കൊണ്ടുവരണം. അങ്ങനെ ഇരിക്കുമ്പോഴുള്ള സുന്നത്ത് വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടത് ഭാഗം ഖിബലയിലേക്കും. ഏതാ മദീനത്തെ പള്ളിയിലാണെങ്കിൽ അവിടെ വലത് ഭാഗം ഖിബലയിലേക്കും ഇടത് ഭാഗം ജനങ്ങളിലേക്കുമാക്കി ഇരിക്കലാണ് നല്ലത് എന്ന് ന്യായം പറഞ്ഞവർ ഉണ്ടെങ്കിലും ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നത് പോലെ തന്നെയാണ് ഇരുന്നത്. അത് വലത് ഭാഗം മഅ്മൂമികളിലേക്കും ഇടത് ഭാഗം ഖിബലയിലേക്കും ആക്കിയിട്ടാണ്. അതുകൊണ്ട് മദീനത്തെ പള്ളിയിലാണെങ്കിലും നബിയുടെ പള്ളിയിലാണെങ്കിലും വലത് ഭാഗം മഅ്മൂമിങ്ങളിലേക്കും ഇടത് ഭാഗം ഖിബലയിലേക്കും തന്നെ ഇരിക്കുന്നതാണ് സുന്നത്തായത് എന്നാ പറഞ്ഞു. നമ്മളെ മൗലവിയുടെ ചോദ്യം എന്തായിരുന്നു? മൗലവിന്റെ ചോദ്യോ മദീനത്ത് തിരിഞ്ഞിരുന്നത് ആർക്കലുണ്ടോ മുസ്ലിയാരേതാ? അതായത് ഹാഷിയ തീർത്തോക്ക് അവിടെ നിങ്ങൾക്ക് കാണാം
മദീനയിൽ 2 നിലക്കും നടന്നിട്ടുണ്ട്. എന്താ 2 നില? ഒന്ന് വലതുഭാഗം മൗമൂമിങ്ങളിലേക്കാക്കിയിരിക്കുന്ന പതിവ് നടന്നിട്ടുണ്ട്, ഇടതുഭാഗം മൗമൂമിങ്ങളിലേക്കാക്കിയിരിക്കുന്ന പതിവ് നടന്നിട്ടുണ്ട്. ഈ ഹാഷിയ എഴുതുന്ന കാലത്തുള്ള പതിവ് എന്താണ്? അത് ഈ ഹാഷിയിൽ കാണാം. എന്താണത്? ഈത്തമദഹുൽ ജമാലുർ റംലി, ഇമാം ജമാലുർ റംലി അതിനെ മുഴത്തമതാക്കി. എന്തിനെ? വലതുഭാഗം ഖിബലയിലേക്കും ഇടതുഭാഗം ജനങ്ങളിലേക്കുമാക്കിയിരിക്കുന്നതിനെ. വാത്ബാഉഹു, റംലി ഇമാമിനെ പിന്തുടർന്ന ആളുകളും വഅലൈഹി അമലുൽ അയിമ്മത്തി ബിൽ മദീനത്തിൽ യൗമ, ഈ ഹാഷിയ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മദീനയിലുള്ള ഇമാമിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇരുത്തമാണ്. എന്തായിരുന്നു നാദാബത്ത മൗലവിയുടെ സ്ഥാനത്തലമത്തെ ചോദ്യോ? മദീനയിൽ തിരിഞ്ഞിരുന്നു ആർക്കുന്നുണ്ടോന്നല്ലേ? എന്നാ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ വലതുഭാഗം മൗമൂമിങ്ങൾക്ക് വലതുഭാഗം ഖിബലയിലേക്ക് മാറ്റിയിരിക്കുന്നുണ്ട്. ജമാലുദ്ദീൻ റളിയല്ലാഹു അൻഹു മുഴത്തമതാക്കിയതനുസരിച്ച് പിൽക്കാലത്ത് അത് വലതുഭാഗം ജനങ്ങളിലേക്കും പിന്നെ ഇടതുഭാഗം ഖിബലയിലേക്കും എന്നതിന് പകരം വലതുഭാഗം ഖിബലയിലേക്കും ഇടതുഭാഗം ജനങ്ങളിലേക്കുമാക്കിയിരിക്കുന്ന പതിവാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ഏകദേശം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ശർവാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹാഷിയത്തു ശർവാനിയിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ ഒരു പദ്യവും കാണാം. അതിന്റെ ഹാഷിയിൽ വലിദ്ദമീരി, ഇമാം ദമീരി തങ്ങൾക്കൊരു പദ്യം ഉണ്ട്. എന്താണ്? വസുന്നലിൽ ഈമാമി അൻ യൽതഫിത ബഅദ സ്വലാത്തി ലിദുആഇൻ സബത. ഇമാമിന് സുന്നത്താക്കപ്പെടും അയ്യൽതഫിത, അയാൾ തിരിഞ്ഞിരിക്കൽ, ബഅദ സ്വലാത്തി നിസ്കാരത്തിന് ശേഷം, ലിദുആഇൻ സബത സ്ഥിരപ്പെട്ട ദുആ നടത്താൻ വേണ്ടി. വയജ്അലുൽ മിഹ്റാബ അൻ യസാരിഹി, മിഹ്റാബ് ഇടത് ഭാഗത്താക്കിയിട്ടാണ് ഇരിക്കൽ സുന്നത്ത്. എന്നാൽ അവിടെ വിശദീകരിച്ചിട്ട് അവസാനം പറയാണ് വയകുൻ ഫീ മസ്ജിദിൽ മദീന ഫല്യജ്അലൽ മിഹ്റാബഹു യമീന. മദീനത്തെ നബിതങ്ങളെ പള്ളിയിലാകുമ്പോ അദ്ദേഹം വലത് ഭാഗം മൗമൂമിങ്ങളിലേക്കാക്കുന്നതിന് പകരം മിഹ്റാബിന്റെ ഭാഗത്തേക്ക് വലത് ഭാഗം ആകട്ടെ. ലികയ്യകുന ഫിദ്വായി മുഖ്ബില ഖൈറാസഫീൻ വനബിയിൻ മുർസിലാ. ദുആ ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുഖം നേരിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. അപ്പൊ വ്യക്തമായി ഇമാമിങ്ങൾ പറഞ്ഞ കാര്യമാണ് വലതുഭാഗം മൗമൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കും ആക്കിയിരിക്കലാണ് സുന്നത്ത്. മദീനത്തെ പള്ളിയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്നാലും അവിടെ തിരിഞ്ഞിരിക്കൽ തന്നെയാണ് സുന്നത്ത്. ഇത് വളരെ വ്യക്തമായി പറഞ്ഞൊരു സംഗതിയാണ്. ഇത് ദുർവ്യാഖ്യാനം ചെയ്യാനാണ് യുഈദുഹുവിന്റെ അർത്ഥം വീണ്ടും മൗലവി മാറ്റി. ഇനി മൗലവി മാറ്റിയോ വേറൊന്ന് കാണണോ നിങ്ങൾക്ക്? മൂപ്പര് മാവിഫ മിൻഹുവിന്റെ അർത്ഥം മാറ്റി. മാവിഫ മിൻഹുവിന്റെ അർത്ഥം മാറ്റി. എന്താ മാവിഫ മിൻഹു? കേട്ടോളൂ. വലം യുറഫ് അൻ അഹദിൻ മിൻഹും ഖിലാഫു മാവിഫ മിൻഹു. എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയപ്പെട്ടതിന് വിരുദ്ധമായി ഖുലഫാഉർ റാഷിദീങ്ങളും ശേഷമുള്ളവരും ചെയ്തതായി അറിയപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് എന്താണ്? വലതുഭാഗം മൗമൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കും ആക്കിയിരിക്കല്. ഇതിന് മൂപ്പര് അർത്ഥം വെച്ച് എന്താ അറിയോ? ഈ അറിയപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വിപരീതമായി ഒരു കാര്യവും അവരിൽ അറിയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നബിയിൽ നിന്ന് അറിയപ്പെട്ടതിന് വിരുദ്ധമായി ഖുലഫാഉർ റാഷിദീകൾ ചെയ്തിട്ടില്ല. മിന്നൂന്റെ അർത്ഥം ഈ മിന്നു എന്നുള്ള നബീർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാ. അതിന് നബിയിൽ നിന്നുള്ള മൗലവി മാറ്റിയിട്ട് എന്ത് ചെയ്യോ? ഈ പറയപ്പെട്ടത് എന്തായി പറയപ്പെട്ടത്? മൂപ്പരന്തേയും പറഞ്ഞത് എണീറ്റ് പോണോ. ഈ എണീറ്റ് പോണോന്ന് അർത്ഥം വെച്ചിട്ട് അവസാനം മൂപ്പര് വരാ ഇപ്പറയപ്പെട്ടതിന് വിരുദ്ധമായി ഖുലഫാഉർ റാഷിദീങ്ങൾ അറിയപ്പെട്ടിട്ടില്ല. മിന്നൂന്റെ ലമീറിന്റെ മർജി എങ്ങോട്ടാ മൗലവി? ആ ലമീർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാ. അവൻ നബിയിൽ അറിയപ്പെട്ടതിന് വിരുദ്ധമായി ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മദീനത്തെ പള്ളിയിലും വലതുഭാഗം ജനങ്ങളിലേക്ക് തന്നെയാണ് ആക്കേണ്ടതായി വിരോധങ്ങൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം മാറ്റാൻ വേണ്ടി മിന്നൂന്റെ ലമീറിന്റെ മർജിയും അർത്ഥം മാറ്റി. ഒന്ന് ചോദിച്ചു അവനെ ഈ അറിയപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വിപരീതമായി ഒരു കാര്യവും അവരിൽ നിന്ന് ഒരാളിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ല കേട്ടോ. എന്നാണ് അർത്ഥം? മിന്നൂന്റെ ലമീറിന്റെ അർത്ഥം പറ്റിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയപ്പെട്ടതിന് വിരുദ്ധമായി ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോ മദീനത്തെ പള്ളി ആയാലും വലതുഭാഗം മൗമൂമികളിലേക്ക് തന്നെയാണ് ആക്കേണ്ടത്. അതുകൊണ്ട് മദീനത്തെ പള്ളിയെ മാത്രം വലതുഭാഗം ജനങ്ങളിലേക്ക് എന്നതിൽ ഒഴിവാക്കുന്നതിൽ സംശയമുണ്ട്. അത് മൂപ്പരിട്ട് വായിക്കില്ല, അർത്ഥം വെച്ചില്ല. കാരണം അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ അർത്ഥമാക്കിയെന്ന് മനസ്സിലായി പോകും.
അപ്പൊ തഫയുടെ അപ്പുറവും കട്ടു, എന്നിട്ട് അർത്ഥവും മാറ്റി. ആകയാൽ 5 സ്ഥലത്ത് മൗലവി അർത്ഥം ഓരോന്നും മാറ്റി. യഖൂമുന്റെ അർത്ഥം മാറ്റി, പിന്നെ അയ്യഖൂമു സല്ലാഹുവിന്റെ അർത്ഥം മാറ്റി, സുന്നത്ത് എന്നതിന്റെ അർത്ഥം മാറ്റി, വയ്യുദു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാറ്റി, മിൻഹു എന്ന ലമീറിന്റെ അർത്ഥം അതും മാറ്റി. ഇങ്ങനെ ഓരോന്നിന്റെയും അർത്ഥം മാറ്റി മറിച്ചിട്ടാണ് മൗലവി തുഹഫ വായിച്ചത്. എന്നിട്ട് മൗലവി ഒരു ചോദ്യം എന്നോട്, അതൊന്ന് കേട്ടോളിക്കല്, രസമുള്ളൊരു ചോദ്യമുണ്ട്, അതൊന്ന് കേട്ടോളി. ഇക്കള്ളത്തരം തീർത്തും ചെയ്തിട്ട് മൗലവി ചോദിക്കുന്ന ചോദ്യം വെച്ചോട്ടവനെ. ഈ ഇബാറത്തിൽ എവിടെയാണ് മിസ്റ്റർ പേരോട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വായിച്ച ഈ ഇബാറത്തിൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വായിച്ച ഇബാറത്തിൽ മക്കയിലും മദീനയിലുമൊക്കെ ഇമാമുമാര് നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്ന് കൂട്ടുപ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് തുഹ്ഫയിലെ ഇബാറത്തിൽ എവിടെയാണുള്ളത്? തുഹ്ഫയിലെ ഇബാറത്തിൽ പറഞ്ഞത് കൂട്ടുപ്രാർത്ഥനയാണോ? തുഹ്ഫയിലെ ഇബാറത്തിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിച്ചല്ലോ ഒരു ഇബാറത്ത്, നിങ്ങൾ അടിവരയിട്ടുകൊണ്ട് കാണിച്ച ഇബാറത്തിൽ ആ ഇമാമിങ്ങൾ നിസ്കാരശേഷം തിരിഞ്ഞിരുന്നിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തലായിരുന്നു എന്ന ഒരു വാചകം തുഹ്ഫയിലില്ലേ മുസ്ലിയാക്കളെ? അതില്ലേ? ഇല്ല, അങ്ങനെയില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞതാണ് എന്ന് കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഓ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സെലഫി, നിങ്ങൾ പറഞ്ഞ അർത്ഥം മുഴുവനും കളവാണ് സെലഫി. മിൻഹു എന്ന ലമീറിന്റെ അർത്ഥം എന്താണ് മിസ്സിസ് സെലഫി? യഖൂമ എന്നതിന്റെ അർത്ഥം എന്താണ് മിസ്സിസ് സെലഫി? യുഅയ്യിദുഹു എന്നതിന്റെ അർത്ഥം എന്താണ് മിസ്സിസ് സെലഫി? യഖൂമ എന്നതിന്റെ അർത്ഥം എന്താണ് മിസ്സിസ് സെലഫി? സുന്നത്ത് എന്നതിന്റെ അർത്ഥം എന്താണ് മിസ്സിസ് സെലഫി? പറഞ്ഞത് മുഴുവനും കളവാണെന്ന് അറബി അറിയുന്ന മുഴുവൻ ആൾക്കും അറിയാമേ സെലഫി. ഇത് നിങ്ങളെ വിവരം കെട്ട മുജാഹിദുകളെ പറ്റിക്കാനല്ലാതെ ഇത് നടക്കൂല മോനെ. ഇബാറത്തിന്റെ അർത്ഥം മാറ്റി പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ തത്വങ്ങളെ നിഷേധിക്കുന്ന നിങ്ങളെ ഈ കബളിപ്പിക്കലുണ്ടല്ലോ, നിങ്ങളെ അവസാനത്തെ വരവാണ് അവിടുത്തെ വന്നത്. തോലുലിച്ചിട്ടല്ലാതെ നിങ്ങളെ നാദാവിടുന്ന് വിടുമെന്ന് തോന്നണ്ട. നിങ്ങളെ ഓരോ കളവുകളും പിടിച്ചിട്ടല്ലാതെ, ഓരോ നുണകളും പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടല്ലാതെ മൗലവീനെ വിടുമെന്ന് തോന്നണ്ട. ശരിക്കോർമ്മിച്ചോളണം. ഇനി മൗലവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതും ഏത്ത ഇടിയിക്കുന്നതും മുസ്ലിം ലോകമെന്ന് കണ്ടോ? മൗലവി ഏത്ത ഇടുന്നത് കണ്ടോ? മൗലവി സമ്മതിക്കുന്നത് കണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞിരുന്നിട്ട് മദീനത്തെ പള്ളിയിൽ പ്രാർത്ഥന നടത്തി എന്ന് ഞാൻ സമ്മതിച്ചു തരാം എന്ന് മൗലവിന്റെ നാവ് കൊണ്ട് ഏത്ത ഇടിയിക്കുന്നത് കേട്ടോ? അതൊന്ന് വെക്കുമോനെ. അള്ളാഹുവിന്റെ റസൂൽ ഫജ്ർ നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൽ ഖൗമി, ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. പിന്നീട് റസൂൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞു. ഫഖാല, എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ. റസൂൽ തിരിഞ്ഞിരുന്നിട്ട് പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ മദീനത്തിന് നീ ബർക്കത്ത് ചൊരിയണേ, ഞങ്ങളുടെ മുദ്ദിലും സായിലുമൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ആയിക്കോട്ടെ, അത് സമ്മതിച്ചു തരാം. റസൂൽ തിരിഞ്ഞിരുന്നിട്ട് പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ മദീനത്തിന് നീ ബർക്കത്ത് ചൊരിയണേ, ഞങ്ങളുടെ മുദ്ദിലും സായിലുമൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ആയിക്കോട്ടെ, അത് സമ്മതിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് പ്രാർത്ഥിച്ചു. അത് സമ്മതിച്ചു തരാം. തിരിഞ്ഞിരുന്നിട്ട് എന്നാ പറഞ്ഞു? ഒന്നുകൂടെ ചോദിച്ചാൽ. റസൂൽ തിരിഞ്ഞിരുന്നിട്ട് പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ മദീനത്തിന് നീ ബർക്കത്ത് ചൊരിയണേ, ഞങ്ങളുടെ മുദ്ദിലും സായിലുമൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ആയിക്കോട്ടെ, അത് സമ്മതിച്ചു തരാം. റസൂൽ തിരിഞ്ഞിരുന്നിട്ട് പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ മദീനത്തിന് നീ ബർക്കത്ത് ചൊരിയണേ, ഞങ്ങളുടെ മുദ്ദിലും സായിലുമൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ആയിക്കോട്ടെ, അത് സമ്മതിച്ചു തരാം. കണ്ടോ? നിങ്ങളെ നാവ് കൊണ്ട് എന്നെ പറയിച്ച് സമ്മതിച്ചു തരാം. മുമ്പ് പറയുന്നുണ്ട്, ഞാൻ ഈ ചാർജ് ചെയ്ത് വരുന്നതെന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ശരിയാണ്, എനിക്ക് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി വരികയാണ് അയാൾ. അങ്ങനെ വന്നിട്ട് സമ്മതിച്ചാൽ നിങ്ങൾ കേട്ട്, ആയിക്കോട്ടെ സമ്മതിച്ചു തരാം. ഇനി മൗലവീന്റെ ഒരു വിഡിത്തം പറയും. ഇനി കേട്ടോളി, ഇയാൾ പറയുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ ബാരിക് ലനാ ഫീ മുദ്ദിനാ ബാരിക് ലനാ ഫീ സായിനാ എന്ന് തരുന്നല്ലോ. അത് മൂപ്പര് പറയാ അത് കൂട്ടുപ്രാർത്ഥന ആവൂല. ബഹുവചനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരുന്നത് കൂട്ടുപ്രാർത്ഥന ആവൂല. അതിന് മൂപ്പരെ തെളിവെന്താ അറിയോ? അത് തെളിവായിട്ട് രസോ. മൂപ്പരെ തെളിവെന്തറിയോ? നിങ്ങൾ ബാങ്കിന്റെ ശേഷം ഒറ്റക്ക് ദ്വാരക്കുമ്പോ വർസുഖനാ ശഫാഅത്തഹു എന്ന് പറയലുണ്ടല്ലോ. അപ്പോ ആളുകൾ അവിടെ ആമീൻ പറയാനില്ലാലോ. ഒറ്റക്ക് ദ്വാരക്കും നിങ്ങൾ വർസുഖനാ ശഫാഅത്തഹു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് അല്ലാഹുമ്മ വസ്ബിൽ ലനാ ബിദഹു അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ബിർറ എന്ന് ബഹുവചനം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് തെളിവല്ലല്ലോ. അതൊന്ന് കേട്ടോളി നിങ്ങള്. എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് വെച്ചുകൊട്ടവനെ. നിങ്ങൾ എത്ര തവണ ബഹുവചന പദയോഗം കൊണ്ട് നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിക്കാറുണ്ട്? നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ നാ എന്ന പദങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാറില്ലേ? ഉദാഹരണത്തിന് ഒരൊറ്റൊന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്ന അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശേഷം റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ട് പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ വകയായി തന്നെ ഒരു വാചകം നിങ്ങൾ പറയാറില്ലേ? വർസുഖ്നാ ശഫാഅത്തഹു, ആ റസൂലിന്റെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. വർസുഖ്നാ എന്ന് നിങ്ങൾ ഒറ്റക്ക് പറയുമ്പോ എത്ര പേരാ നിങ്ങളുടെ കൂടെ ആമീൻ പറയാറുള്ളത്? അപ്പൊ വർസുഖ്നാ എന്ന് കണ്ടതുകൊണ്ട് അവിടെയൊക്കെ കൂട്ടപ്രാർത്ഥനയാണെന്നും ആമീൻ ചൊല്ലിയിട്ടുണ്ടെന്നെങ്കിലും തെളിവാക്കുകയാണെങ്കിൽ അത് തെളിവിന് പോരല്ലോ. മൗലവി പറഞ്ഞെടുത്ത് ഇവരെ കേട് നോക്കുന്നത്. നിങ്ങൾ ഒറ്റക്ക് ദ്വാരക്കുമ്പം തന്നെ വർസുഖനാന്ന് കൂട്ടുപ്രാർത്ഥനയായിട്ടാണ് നടത്താറുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗമൂമിങ്ങളെയും കൂട്ടിയിട്ട് നടത്തിയ ദ്വായില് ബഹുവചനം കൊണ്ട് ദ്വാരുന്നത് ഒറ്റക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കണോ? ഈ അമേരിക്ക അയക്കണ്ടേ ഇയാളെ തല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളെ തന്നെ അയക്കില്ല. എന്നാലും എന്തെങ്കിലും ഒരു ചികിത്സ കൊടുത്താൽ രണ്ടാമത്തെ കൂടി ഒന്ന് വെച്ചു കൊടുത്തേ. അപ്പൊ ബഹുവചനം കൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് ബഹുവചനം പ്രയോഗിച്ചിടത്തൊക്കെ കൂട്ടപ്രാർത്ഥനയാണെന്ന് ധരിക്കേണ്ടതില്ല. അത് ആ വാചകം കേൾക്കുന്നിടത്തൊക്കെ ആമീൻ പറയാൻ ആളുണ്ടെന്നും പറയാറില്ല. സുബ്ഹാനല്ലാഹ്, ഈ മൗലവിക്ക് നാവ് കൊണ്ട് എന്താ പറഞ്ഞുകൂടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് മുന്നിട്ട് സഹാബത്തിന്റെ കൂടെ നടത്തിയ പ്രാർത്ഥന അവിടെ ആമീൻ പറയാൻ ആളില്ല എന്ന് മൗലവി പറഞ്ഞാൽ അത് എന്തൊരു വിഡിത്തമാണ് സഹോദരന്മാരെ. കൂട്ടുപ്രാർത്ഥനയ്ക്ക് വലിയ പുണ്യമുണ്ടെന്നും അതുകൊണ്ട് വലിയ ഫലമുണ്ടെന്നും പഠിപ്പിക്കാനാണെന്ന് ഇമാം ഖാസി റളിയല്ലാഹു ഫാത്തിഹ സൂറത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞില്ലേ? അതാപനത്ത് വെച്ച് തന്നെ സൂറത്തുൽ ഫാത്തിഹ 8 ദിവസത്തോളം ഞാൻ പ്രസംഗിച്ച CD കിട്ടുമ്പോൾ ഒന്ന് വാങ്ങി കേട്ടോളൂ. അതിൽ വിശദമായി ഞാനത് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോഴും ബഹുവചനം കൊണ്ട് പ്രാർത്ഥിച്ചതല്ലാതെ ബഹുവചനം കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് അവിടുന്ന് ബഹുവചനം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച സ്ഥലത്ത് സഹാബത്ത് കേട്ടു എന്ന് അവർ പറഞ്ഞിട്ട് അവിടെ ആമീൻ പറയാൻ ആളില്ല എന്ന് മൗലവി പറയുമ്പോൾ വിശ്വസിക്കണമെങ്കിൽ മുജാഹിദിന്റെ ഓഫീസിൽ തലച്ചോറ് പണയം വെച്ചവർക്കല്ലാതെ ബുദ്ധിയുള്ളവരെ കിട്ടൂല കേട്ടോ. എരി മൂപ്പര് പറയുന്നു നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ വർസുഖനാ ശഫാഅത്തഹു എന്ന് പറയാറില്ല പോലും. എത്ര സദസ്സിൽ നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോ വർസുഖനാ ശഫാഅത്തഹു എന്ന് പറയാറുണ്ട്. അയ്യൊരു പച്ചക്കള്ളവും കൂടി ഒന്ന് കേട്ടോളൂ. അപ്പോ വർസുഖ്നാ ശഫാഅത്തഹു എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആയിൽ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന വാചകം അങ്ങനെയല്ലേ? അവിടെ നിങ്ങൾ പറയുമ്പോ എത്ര പേരാ ആമീൻ പറയാറുള്ളത്? അത് നിങ്ങൾ കൂട്ടപ്രാർത്ഥനയായിട്ട് പറയാറുമില്ലല്ലോ. വർസുഖനാ ശഫാഅത്തഹു കൂട്ടുപ്രാർത്ഥനയായിട്ട് പറയാറില്ല പോലും. മൂപ്പര് നമ്മളിവിടെ നടക്കാറുണ്ടാ? ഇനിയുണ്ട് മൗലവിക്കൊരു സാദുൽ മആദുണ്ട്. മൗലവിന്റെ സാദുൽ മആദും രണ്ടും ഞാൻ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. സാദുൽ മആദ് എന്ന ഗ്രന്ഥം മുജാഹിദുകൾ അവരുടെ ഏറ്റവും വലിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്ന് പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടേതാണ് സാദുൽ മആദ്. ആ സാദുൽ മആദിൽ പറഞ്ഞ സുന്നത്തുകളൊക്കെ കൈയൊഴിക്കുന്നവരാണ് ഈ മൗലവിമാർ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതുമ്പോൾ ഒരു വടി അല്ലെങ്കിൽ ഒരു വില്ല്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അത് ഇവർ ചെയ്യാറില്ല. കൂട്ടത്തിൽ ഞാൻ കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് ഉദ്ധരിക്കുമ്പോൾ ഞാൻ എടുത്തുദ്ധരിച്ചു ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ വാചകം. ആദ്യമായിട്ട് ഞാൻ അത് നാളാവത്ത് തെളിവ് പറഞ്ഞതൊന്ന് കേൾക്കട്ടെ. കേട്ടോ മൗലവിമാരെ, നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനെന്ന് നിങ്ങളെ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, എന്തായിരുന്നു? ലാ യഉമ്മു അബ്ദുൻ ഖൗമൻ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും ഫഇൻ ഫഅല ഫഖദ് ഖാനഹും. ഒരാൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ചവൻ മഅ്മൂമിങ്ങളെ കൂട്ടി പ്രാർത്ഥന നടത്താതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ അവൻ മഅ്മൂമിങ്ങളെ വഞ്ചിച്ചവനായി എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങളെ നേതാവ് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, പറയാണ് ഹാദൽ ഹദീസു ഇൻദി ഫി ദുആഇ അല്ലദീ യദ്ഉ ബിൽ ഇമാമു ലിനഫ്സിഹി വലിൽ മഅ്മൂമീന. മഅ്മൂമിങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ശരീരത്തിന് വേണ്ടിയും ഇമാം ദുആ ചെയ്യുന്ന ദുആയെ സംബന്ധിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തരികൂന ഫീക ദുആഇൽ ഖുനൂതി വനഹ്വിഹി. ഖുനൂത്തിന്റെ ദുആയിലും മറ്റു ദുആയിലും ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് കൂടുകയാണ് വേണ്ടതെന്ന് നിങ്ങളെ ഇബ്നു തൈമിയ്യ അതാ പറയുന്നു, ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. അപ്പൊ ഖുനൂത്തും ഉണ്ടേ മൗലവിമാരെ, കൂട്ടുപ്രാർത്ഥനയും ഉണ്ടേ മൗലവിമാരെ. അത് ഈ കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ, ഖുനൂത്ത് ഇമാം ഉറക്കെ മറ്റുള്ളവരെ കൂട്ടായിട്ട് ഓതിയിട്ടില്ലെങ്കിൽ ഫഖദ് ഖാനഹും, മഅ്മൂമിങ്ങളെ വഞ്ചിച്ച ഇമാമാണെന്ന് നിങ്ങളെ നേതാക്കന്മാർ എഴുതി വെച്ച കിതാബാണ് മൗലവിമാരെ. ഇതാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിന് മൗലവി പറയുന്ന മറുപടികളാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾ ആദ്യം തന്നെ ഒന്നാമത്തെ കളവ്, മൗലവിയുടെ കളവ് നമ്പർ 1 നോക്കിക്കോളൂ. അയാൾ പറയുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ അവിടെ പറയുന്നത് എന്ന് അയാൾ പറയും. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണോ അവിടെ പറയുന്നത്? ഖുനൂത്തിന്റെ ദുആ പോലെയും അത് പോലോത്ത ദുആ പോലെയും എന്നാ പറഞ്ഞു. അത് പോലോത്ത ദുആ നിസ്കാരത്തിലുള്ളതാണോ? അല്ല. കാരണം അതിന്റെ ആദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? നിസ്കാരത്തിൽ ഏകവചനം കൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതന്നെ. അപ്പൊ നിസ്കാരത്തിലെ ദുആയെ സംബന്ധിച്ചല്ല ചർച്ച. അത് അതിന്റെ ആദ്യ ഭാഗം വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. അതൊന്ന് വെച്ചു കൊടുക്കുമ്പോനെ പറ്റിച്ചതല്ലേ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മറുപടി പറയാം. കിതാബിൽ നിങ്ങൾ വായിച്ച ഉദ്ധരണി അത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഉദ്ധരണിയാണോ, അതോ നിങ്ങൾ പറ്റിച്ചതല്ലേ ഈ ജനങ്ങളെ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? അല്ല, മൗലവിയാണ് മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. മൗലവിയാണ് പറ്റിച്ചിട്ടുള്ളത്. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെന്ന് അവിടെയുമില്ല, ഒരു സ്ഥലത്തുമില്ല. മൗലവിയുടെ ജീവൻ പോകുന്നത് വരെ അത് തെളിയിക്കാനും സാധ്യമല്ല. ഖുനൂത്തിനെ സംബന്ധിച്ചും ഖുനൂത്ത് പോലെ ഇമാമും മഅ്മൂമീങ്ങളും നടത്തേണ്ടുന്ന മറ്റു ദുആകളെ സംബന്ധിച്ചുമാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമാണെന്ന് എവിടെയെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്ധരണി ഇബ്നുൽ ഖയ്യിമിൽ നിന്നെടുത്തുദ്ധരിക്കൂ മൗലവി, ഇബ്നു തൈമിയിൽ നിന്നെടുത്തൊന്ന് ഉദ്ധരിക്കൂ മൗലവി. മറിച്ച് ഇബ്നുൽ ഖയ്യിം വ്യക്തമായി അതിന്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. വൽ മഹ്ഫൂദു ഫീ അദ്ഹിയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സ്വലാത്തി കുല്ലിഹാ ബിൽഫുൽ ഇഫ്റാദി. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും അതാ ഒറ്റക്കുള്ള പ്രാർത്ഥനയാണ്, കൂട്ടുപ്രാർത്ഥന അല്ല
എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇബ്നുൽ ഖയ്യിം ഇത് പറയുന്നത് തന്നെ. അത് മൂടി വെച്ചിട്ടല്ലേ മൗലവി മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. പറ്റിക്കുന്നത് മൗലവിയാണേ മുജാഹിദേ. ഇനി കേട്ടോ സലഫി നുണ നമ്പർ 2. നിങ്ങൾ പറ്റിച്ചതല്ലേ ഇവിടെയുള്ള ജനങ്ങളോട്. ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അത് പറയുന്നത് എവിടെയാണെന്ന് കൂടി പറയട്ടെ. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മൗലവി പറഞ്ഞതുപോലെ ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം, അങ്ങനെ ഒരധ്യായം തന്നെ സാദുൽ മആദിൽ ഇല്ലേ? ഇല്ല. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം, അങ്ങനെ ഒരധ്യായം സാദുൽ മആദിൽ ഇല്ലേ? ഇല്ല. മറിച്ച് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും ഏകവചനത്തിന്റെ വാചകം കൊണ്ടാണെന്ന് പറയുന്ന ഫസ്ൽ, ആ ഫസ്ലിലാണ് ആ ഹദീസ് കൊണ്ടുവരുന്നത് തന്നെ. നേരെ തിരിച്ചാണ് മൗലവി പറഞ്ഞത്. കളവാണ് മുസ്ലിമീങ്ങളെ. ഈ മൗലവി കള്ളം പറയുകയാണ് മുസ്ലിമീങ്ങളെ. ഞാനത് വായിച്ചു കേൾപ്പിച്ചില്ലേ? ഫസ്ലുൻ വൽ മഹ്ഫൂദു ഫീ അദ്ഇയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി കുല്ലിഹാ ബിലഫ്ദിൽ ഇഫ്റാദ്. നിസ്കാരത്തിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, കൂട്ടുപ്രാർത്ഥനയല്ല എന്ന അധ്യായത്തിലാ പറയും. അവിടെ ഇമാമിന്റെ പ്രാർത്ഥനയുടെ അധ്യായം എന്ന അധ്യായം തന്നെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നടത്തിയ മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ളതാണ്, കൂട്ടുപ്രാർത്ഥനയല്ല, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന അധ്യായത്തിൽ അതുള്ളത്. എന്നിട്ട് നേരെ തിരിച്ച് പച്ചക്കള്ളം പറഞ്ഞതാണ് മൗലവി. ഇനി കേട്ടോളൂ മൗലവിയുടെ നുണ നമ്പർ 3. ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല. അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ കള്ളത്തരമാണെന്ന്? ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചോളൂ പറഞ്ഞത് കള്ളത്തരമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കള്ളം കേട്ടില്ലേ നിങ്ങൾ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല, അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. മൗലവി ലോകത്തിന് വരെ അച്ചടിച്ചു വന്ന ഏതെങ്കിലും ഒരു സാദുൽ മആദിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ കഴിയുമോ? ലോകത്തിന് വരെ അച്ചടിച്ചു വന്ന വല്ല സാദുൽ മആദിലും ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിൽ അങ്ങനെ ഒരു ഉദ്ധരണി അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്യായം, എന്തധ്യായം? ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം വേറെ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ മൗലവി. എവിടെ വരുന്നുണ്ട്? ഏത് കിതാബിൽ വരുന്നുണ്ട്? സാദുൽ മആദിൽ അങ്ങനെ ഒരു ബാബ്, ഒരു അധ്യായം, ഒരു ഫസ്ല് മൗലവി കാണിച്ചു തന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കയ്യിന്റെ അടിയിൽ രോമം പറിച്ചു തരും കേട്ടോ. പച്ചക്കള്ളം പറയുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ശുദ്ധ നുണ ഇങ്ങനെ തട്ടിവിടുകയാണ്. ഇത് ശുദ്ധ നുണയാണ് മുസ്ലിമീങ്ങളെ, തർക്കമില്ലാത്ത നുണ. എന്നിട്ട് കള്ളത്തരമല്ലേ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, മൂപ്പര് പറയുന്നത് കള്ളത്തരം തന്നെയാണെന്ന് ഇതാ വെളിച്ചത്തായിരിക്കുന്നു. സാദുൽ മആദിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ അങ്ങനെ ഒരു അധ്യായമേ ഇല്ല, ഇല്ലേ ഇല്ല. ഇനി കേട്ടോ അടുത്തത് മൗലവിയുടെ നുണ നമ്പർ 4. എന്താ മൂപ്പര് പറയാൻ പോകുന്നത്? മൂപ്പര് പറയാൻ പോകുന്നത് സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാ മൂപ്പര് പറയാൻ പോകുന്നത്. എന്താ മൂപ്പര് പറയുന്നത്? സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാമ്, ശരിക്കും മനസ്സിലാവും, ഇമാമ്
നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അത് ശേഷം തന്നെ വേറെ ഒരു അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാണ് അയാൾ പറയുന്നത്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മറുപടി പറഞ്ഞുതരാം. വെച്ചോട്ടവനെ ദാദുൽ മആദ് എന്ന കിതാബിൽ ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ടുന്ന മര്യാദകൾ, ദിക്ർ ദുആകൾ, അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ടുണ്ടേ മുസ്ലിയാക്കളെ. അങ്ങനെ ഒരു അധ്യായം ഇല്ലേ മുജാഹിദുകളെ? അങ്ങനെ ഒരു അധ്യായം ഇല്ലേ സലഫികളെ? ഉണ്ടോ? സെലഫിയുടെ സീഡിയും എടുത്ത് കറങ്ങുന്ന ഓരോ മുജാഹിദിന്റെ യുവ പ്രവർത്തകനോടും ചോദിക്കുന്നു, വയസ്സുള്ള പ്രവർത്തകരോടും ചോദിക്കുന്നു, MSM-കാരനോട് ചോദിക്കുന്നു, ISM-കാരനോട് ചോദിക്കുന്നു, KNM-കാരനോട് ചോദിക്കുന്നു. അങ്ങനെ ഈ മൗലവി പറഞ്ഞ പോലുള്ള ഒരു അധ്യായം, ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അങ്ങനെ ഒരു അധ്യായം നിസാദുൽ മആദിൽ വേറെ ഉണ്ടേ മുസ്ലിയാക്കളെ എന്നല്ലേ നിങ്ങളെ സെലഫി പറഞ്ഞത്? അങ്ങനെ ഒരു അധ്യായം ഓ മുജാഹിദേ, സെലഫി എന്റെ മുന്നിൽ വരുന്നില്ല. നിങ്ങൾ മുജാഹിദിന്റെ ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകളോട് ഞങ്ങളുടെ പ്രവർത്തകന്മാര് ആൺകുട്ടികളെ പോലെ ചോദിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സാദുൽ മആദിൽ അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോ? നിങ്ങളെ മൗലവി പറഞ്ഞ 4 നുണകളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഇനി നിങ്ങൾക്ക് മൗലവി പറയുന്ന കളവുകളെ സംബന്ധിച്ച് ഈ ഹുസൈൻ സലഫിയുടെ നുണസീഡികൾ, അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആ നുണവിഴുങ്ങികൾ ഇല്ലേ? ആ നുണവിഴുങ്ങികളോട് ഞാൻ പറയുകയാണ്, അണ്ണാക്ക് തൊടാതെ നിങ്ങൾ സലഫിയുടെ നുണകൾ വിഴുങ്ങണം. അങ്ങനെ വിഴുങ്ങുന്ന നുണവിഴുങ്ങികളോട് ഞാൻ പറയാൻ, ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കൂ. സാദുൽ മആദിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് കാണിക്കൂ. ഇനി നിങ്ങൾ അണ്ണാക്ക് തൊടാവുന്ന രൂപത്തിൽ തന്നെ ഞാനൊരു ഗുളിക തരാൻ പോവാൻ. അതെന്താ ഗുളിക? അത് മൗലവി പറയുന്നു. എന്താ മൗലവി പറയോ? നിങ്ങൾ കേട്ടില്ല? ഉണ്ടേ മുസ്ലിയാക്കളെ അയാൾ പറയും. നിങ്ങൾ കേട്ടില്ലേ? എന്നാ ആ മനുഷ്യൻ അയാളെ നാവും പിന്നെ നാദാപത്ത് പറയുന്നത് മുസ്ലിയാക്കളെ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയുന്നത്. മുസ്ലിയാക്കളെ എന്ന് വിളിച്ച ഇയാൾ പറയുന്നത് മുസ്ലിയാക്കളെ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാണ് പറയുന്നത്. അതൊന്ന് കേട്ടോളികൾ അയാളെ പറയുന്നത്. കളവ് നമ്പർ 5. മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയുന്നത്. കേട്ടില്ലേ? മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയും. എന്നാൽ അയാൾ മുസ്ലിയാക്കൾ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല എന്നും അതേ സമയത്ത് ഉണ്ടേ മുസ്ലിയാക്കളെ എന്ന് പറയുന്നു. ഒന്നായിട്ടൊന്ന് കേട്ടോളി, വീഴുകാന്നല്ല അങ്ങനെ. മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, ഉണ്ടേ മുസ്ലിയാക്കളെ. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് നമ്മള് സലഫി നുണവീരൻ? ഇനി കേട്ടോളൂ മൗലവിയുടെ അടുത്ത നുണ. മൗലവിയുടെ അടുത്ത നുണ കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ മൂപ്പര നുണ? മൂപ്പര് പറയുന്നു, ഈ ഹദീസിന് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ്യയും പറഞ്ഞ വിവരണവും അത് തെളിവാവൂല. എന്താ തെളിവാത്തതിന്റെ കാരണം? ഇത് അധ്യായം വേറെയാണ്. വേറൊരു അധ്യായത്തിൽ പറഞ്ഞാൽ തെളിവല്ലാതിരിക്കോ? ഒരു സംഗതി അധ്യായം മാറിയാൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ കേട്ടുള്ളൂ, ഹൈലിനെ സംബന്ധിച്ച് പറയുന്ന, മെൻസസിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ തലാഖ് ചൊല്ലുന്നതിന്റെ ഒരു മസല പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് തലാഖിന്റെ അധ്യായത്തിലല്ല പറഞ്ഞുകൊണ്ട് തലാഖ് പോകില്ലാന്ന് തരുമോ? അധ്യായം ഏതായാലും സംഗതി നടക്കൂലേ? അപ്പൊ ഓലെ പറയുന്നത് അധ്യായം വേറെ അധ്യായത്തിലാണ് പറഞ്ഞത്. അതാ മൂപ്പര കാര്യമായ തെളിവ്. അതിനാണ് ഇനി ഞാൻ സാദുൽ മആദ് വെച്ചിട്ട് തെളിവരാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് നടപ്പാക്കിയ സുന്നത്തുകൾ, അവിടുന്ന് കാണിച്ചു തന്ന ചര്യകൾ, അതിനൊരു അധ്യായം ഈ സാദുൽ മആദിന്റെ 170-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. അതാ സ്ക്രീനിൽ കാണാം. ഫസ്ലുൻ ഫീ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഖളാഇൽ ഹാജത്ത്. ഈ അധ്യായത്തിൽ എവിടെയെങ്കിലും ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് വിസർജിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഇബ്നുൽ ഖയ്യിം പറയുന്നില്ല. ശരിക്കും മനസ്സിലാക്കിയ ചോദ്യം. ഈ അധ്യായത്തിൽ ഖിബലക്ക് തിരിഞ്ഞ്
വിസർജിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഖിബ്ലക്ക് തിരിഞ്ഞ് വിസർജിക്കാൻ പാടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. അത് എവിടെയാ പറയുന്നത് നിങ്ങൾ? ഫസ്ലുൻ ഇദാ തഅമ്മൽത അഹ്വാല ഹാദൽ ഖൽഖി, സൃഷ്ടികളുടെ അവസ്ഥകൾ നീ ശരിക്ക് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹു തആല കൊടുത്ത, മനുഷ്യന് കൊടുത്ത പ്രത്യേകതകൾ, മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകൾ, സ്ഥലങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. അത് എത്രാമത്തെ പേജ്? 49 പേജ്. വിസർജനത്തിന്റെ മര്യാദകൾ പറയുന്ന അധ്യായത്തിന്റെ 120 പേജുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി രേഖപ്പെടുത്തുകയാണ്. എന്താ രേഖപ്പെടുത്തുന്നത്? വമിൻ ഖവാസിഹാ, ഖിബ്ലയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഐലൻ, വീണ്ടും അന്നഹു യഹ്റുമു ഇസ്തിഖ്ബാലുഹാ വസ്തിദ്ബാറുഹാ ഇൻദ ഖളാഇൽ ഹാജതി, വിസർജന സമയത്ത് ഖിബ്ലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാണ്. ഇതെവിടെയാ പറയുന്നത്? വിസർജനത്തിന്റെ മര്യാദകൾ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി സാദുൽ മആദിൽ പറയുന്നതിന്റെ 120 പേജുകൾക്ക് മുമ്പ് കിതാബിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും അള്ളാഹ് ചില സംഗതികൾക്ക് കൊടുത്ത പ്രത്യേകതകളെ സംബന്ധിച്ചും പറയുന്ന സ്ഥലത്താണ് ഈ വിസർജിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിടൽ ഹറാമാണെന്ന മസ്അലയും നിയമവും പറയുന്നത്. ഇയാളെ കണക്കിന് എങ്ങനെ അറിയോ? അത് ഖളാഉൽ ഹാജത്തിന്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, വിസർജനത്തിന്റെ അധ്യായത്തിൽ അത് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അത് അള്ളാന്റെ മഹത്വവും അള്ളാഹ് മഹത്വം കൊടുത്തതിന്റെ മഹത്വവും പറയുന്ന സ്ഥലത്തല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഹറാമാണെന്ന് വരൂല എന്നായിരിക്കും മൗലവിന്റെ കണ്ടുപിടുത്തം. ഇനി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സാദുൽ മആദിൽ ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ നിഷേധിക്കാൻ കഴിയോ? ഖിബ്ലക്ക് മുന്നിടൽ ഹറാമാണ് വിസർജിക്കുന്ന സമയത്ത് എന്ന നിയമം അത് പറഞ്ഞത് വിസർജനത്തിന്റെ അധ്യായത്തിലാണോ അല്ല മറ്റ് അധ്യായത്തിലാണോ? മൗലവി ഗണ്ണന പ്രസംഗമാണിത്. ഇത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായിട്ട് നടത്തുന്ന ഗണ്ണന പ്രസംഗമാണ്. പഠിച്ചോളണം. ഇത് ഷാർജയിലെ റൂമിൽ ഒരു വിവരവുമില്ലാത്ത 4 അൽമനാറും വായിച്ചിട്ട് ഞാനാണ് ഏറ്റവും വലിയ വിവരമുള്ളവനെന്ന് ധരിച്ച് ഇങ്ങനെ കച്ചത്ത് അൽമനാറും വെച്ച് നടക്കുന്ന മുജാഹിദിന്റെ വിവരമില്ലാത്ത ജനങ്ങളെ വിളിച്ചിരുത്തിയിട്ട് നടത്തി ഇറക്കുന്ന CD അല്ല കേട്ടോ. ഇത് പേരോടിനോടുള്ള കണ്ണന പ്രസംഗമാണ്. അതുകൊണ്ട് സ്റ്റേജിൽ കയറി വിവരക്കേട് പറഞ്ഞാൽ ഓ മൗലവിമാരെ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഓ മുജാഹിദുകളെ, ഇദ്ദേഹത്തിന്റെ CD-യും എടുത്തിട്ട് റോമാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, വീടാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മമാര്, സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, ഈ സാദുൽ മആദിൽ നിങ്ങൾ പറഞ്ഞ വിവരക്കേട് മുഴുവനും അവരെ ജനങ്ങൾ അറിയട്ടെ. നിങ്ങളോട് അവർ ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറുപടി അവരോടെങ്കിലും ഒന്ന് പറയൂ മുജാഹിദേ. ഞാൻ ചോദിക്കുന്നത്, എന്റെ മുന്നിൽ വരാൻ, ഈ കിതാബുകൾ പരിശോധിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ നാദാവിന് ചോദിച്ചത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ കിതാബ് എന്റെ മുന്നിൽ വന്ന് ഈ വിഷയത്തിൽ പരിശോധിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. മൂപ്പര് ഒരിക്കൽ പറയുന്നുണ്ട്, എന്തേ പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പണ്ടേതായാലും ഫലിച്ചിട്ടുണ്ടെന്ന് ഓർത്തല്ലോ. ഇതുവരെ ഏതായാലും മൗലവിക്ക് ഫലിച്ചു എന്ന് ഓർത്തല്ലോ. ഇനി ഫലിക്കുന്നതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ മൗലവി. മൂപ്പര് പറയാണ്, അതിന് നല്ല മറുപടി അങ്ങ് കൊടുത്ത് ഞാൻ അത് സെലഫി നല്ല മറുപടി അങ്ങ് കൊടുത്തു. എന്നാ മൂപ്പര് മറുപടി പറഞ്ഞത്? മൂപ്പരെന്താ പറഞ്ഞത്? ആൺകുട്ടികളുണ്ടോ വരാൻ എന്നാണേ ചോദിച്ചത്. അതിന് മൂപ്പരെന്താ മറുപടി പറഞ്ഞോ? ആൺകുട്ടികൾ ഉണ്ട്, വരാനല്ല. പിന്നെ ആൺകുട്ടികൾ ഉണ്ട് എന്ന് ഞാൻ നല്ല മറുപടി അങ്ങ് കൊടുത്ത്, വരാനില്ല, ആൺകുട്ടികൾ ഉണ്ട്. അതൊന്ന് വെച്ചു കൊടുത്താവനെ. മൂപ്പര് ഭയങ്കര ആവേശത്തിലാണ് വെല്ലുവിളിച്ചത്. സാദുൽ മആദിനെ പൊക്കി പിടിച്ചപ്പോഴേക്ക് ആൺകുട്ടികളുണ്ടോ വരാന്നൊക്കെയാണ് പറഞ്ഞ്. നമ്മളതിന് നല്ല മറുപടിയാണ് കൊടുത്ത്, ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറയാമോ എന്നല്ല, ആൺകുട്ടികൾ എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിച്ച് പരിശോധിക്കാറുണ്ടോ എന്നാ ചോദിച്ചത്.
ഞാൻ പറഞ്ഞ വാചകം അത് നിങ്ങൾ എന്റെ വാക്കിൽ നിന്നൊന്ന് കേട്ടോളൂ എന്ന് വെച്ചോളൂ. കിതാബ് പരിശോധിക്കാൻ വിളിക്കുന്നു സർവ മൗലവിമാരെയും. ഖണ്ഡന പ്രസംഗം എന്ന് പറഞ്ഞ് ആളുകളോട് തോന്നിവാസം പറഞ്ഞാ പോരാ, എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിക്കാൻ തയ്യാറാകണം, എന്റെ മുമ്പിലിരിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനി മേലിൽ തോന്നിവാസം പറയരുത് കേട്ടോ. കണ്ടില്ലേ, എന്റെ മുന്നിൽ വരാൻ തയ്യാറാകണം, കിതാബ് പരിശോധിക്കാൻ തയ്യാറാകണം, വായിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. നീ മൗലവിന്റെ മറുപടി എന്താണ്? നിങ്ങളെ മുന്നിൽ വരുന്നല്ല, കിതാബ് വായിക്കുന്നല്ല, പരിശോധിക്കുന്നില്ല, ആൺകുട്ടികളുണ്ട്. അതാണ് മൂപ്പര മറുപടി. ഈ എനിക്ക് കേട്ടോടി, ചില സംഗതിയെല്ലാം മറുപടി മൂപ്പരാ പറയാ എനിക്ക് വേണ്ടി. അങ്ങനെ മൂപ്പര എനിക്ക് വേണ്ടി എന്റെ മറുപടി എഴുതൊന്ന് കേട്ടോളി. എന്തേ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? മൗലവി തയ്യാറാകാത്തത് കൊണ്ടല്ലേ? അതുകൊണ്ട് മൗലവി തയ്യാറാകി സാദുൽ മഅദ് എന്റെ മുന്നിൽ വെച്ച് വായിക്കാൻ തയ്യാറാവുക, എന്റെ മുന്നിൽ പരിശോധിക്കാൻ തയ്യാറാവുക. ഞാൻ എന്തിന് ഭയപ്പെടണം? നിങ്ങൾ, ഞാൻ വീരപ്പനൊന്നുമല്ല, ഞാൻ ഒന്നും ചെയ്യൂല നിങ്ങളെ. നിങ്ങൾ എന്റെ മുന്നിൽ വരിക, കിതാബ് വായിക്കുക, അർത്ഥം പറയുക, അതേ വേണ്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടർ കൂടി സ്ഥലം നിശ്ചയിക്കാം. മൗലവി സൗകര്യമുള്ള ഒരു പൊതുസ്ഥലം എവിടെ പറഞ്ഞാലും ഇനി അതിന് വിഷമം വേണ്ട. കോഴിക്കോട് കടപ്പുറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നാദാപുരത്തായിക്കോട്ടെ, എവിടെയാലും തിരക്കില്ല. ഇനി മൗലവി കട്ടുപ്പാറയാണെങ്കിൽ ഏറ്റവും സന്തോഷമായിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക. അതിനെന്തോന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് കേട്ടോ. ഇനിയുണ്ട് മൂപ്പർ, ഇനി ഇൻഷാ അല്ലാഹ് പറയുന്നു. അത് ഞാൻ ശരിക്കും മാഷാ അല്ലാഹ് ആക്കിത്തരാം. എന്താ മൂപ്പരെ ഇൻഷാ അല്ലാഹ് എന്നറിയോ? എന്താ പറയോ? നിങ്ങളുടെ ആ വഞ്ചന നടത്തിയതും മൂപ്പര് പറയാ, എന്നോട് പറയാണ്, നിങ്ങളുടെ ആ വഞ്ചന നടത്തിയതും ആണുങ്ങളുണ്ടോ എന്ന് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും നിങ്ങളുടെ തട്ടിപ്പ് വെളിച്ചത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലിപ്പുണ്ട് മൂപ്പര് വെക്കുന്നത്. അത് വെച്ചാൽ എന്തെന്നാ വെളിച്ചത്താകുക എന്നറിയോ? നിങ്ങൾ വെളിച്ചത്താകുക എന്റെ വെല്ലുവിളിയുടെ വാക്കുകൾ. എന്റെ വെല്ലുവിളിയുടെ വാക്കുകൾ എന്താണ്? എന്റെ മുന്നിൽ വരാൻ തയ്യാറുണ്ടോ, വായിക്കാൻ തയ്യാറുണ്ടോ, പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാ വെളിച്ചത്താകുക. അപ്പോ ആരെ വഞ്ചനയാ വെളിച്ചത്താകുക? ആരെ വഞ്ചനയാ വെളിച്ചത്താകുക? മൗലവിന്റെ വഞ്ചന. അത് വെളിച്ചത്താക്കാൻ വേണ്ടി മൂപ്പര് ഇൻഷാ അല്ലാഹ് പറയുന്നു എന്ന് കേട്ടോളി. നിങ്ങൾ ആ വഞ്ചന നടത്തിയതും നിങ്ങൾ ആൺകുട്ടികളുണ്ടോ? ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ പറ്റൂല, ആണുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും ഇവിടെ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ തട്ടിപ്പ് ഇവിടെ വെളിച്ചത്താക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മൗലവിന്റെ തട്ടിപ്പ് മൗലവി ആ ക്ലിപ്പിങ് വെക്കുമ്പോ മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ശരിക്കങ്ങ് വ്യക്തമാവും. ഞാൻ ചോദിച്ചത് ആൺകുട്ടികളുണ്ടോ എന്നല്ല, ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ കിതാബ് പരിശോധിക്കാൻ എന്നാണെന്ന് ശരിക്കങ്ങ് വെളിച്ചത്താവും. അതുകൊണ്ട് വെക്കൂ മൗലവി, വെക്കൂ. കൊടുത്ത മറുപടിയും അന്ന് അയാൾ പറഞ്ഞതും അതിന് കൊടുത്ത മറുപടിയും നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. പറഞ്ഞിട്ടില്ല. ഇവന് അതുപോലെ ഞങ്ങൾ ഇവന് കൈമ പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ? ആൺകുട്ടികളുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തിന്? ഇത് പരിശോധിക്കാൻ. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. തിരിച്ചൊന്ന് കണ്ടോ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ. പിന്നത്തെ വാചകം പരിശോധിക്കാൻ മൂപ്പര് പറയുന്നില്ല. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. പരിശോധിക്കാൻ മൂപ്പര് സമ്മതിക്കുന്നില്ല. ഇവര് പറയുക ആൺകുട്ടികളുണ്ടേ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ. എന്നാ മൂപ്പര് തിരിച്ചൊന്ന് ചോദിക്കട്ടോ? ചോദിക്കട്ടെ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പേരോടിനോട് ചോദിക്കട്ടെ. ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മഅദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഉദ്ധരിച്ച വാചകം ഇമാം നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആയിരക്കണക്കിന് ആൺകുട്ടികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. തെളിയിക്കാൻ ഞാൻ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെ ആൺകുട്ടി ഉണ്ടെന്ന് മാത്രമല്ല പറയുന്നത്, തെളിയിക്കാൻ ആൺകുട്ടിയായി പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. തെളിയിക്കാൻ ഈ പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. ഇവിടെ വെച്ച് തന്നെ തെളിയിച്ച് തരുന്നുമുണ്ട്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇനി മൗലവിക്ക്
വെക്കേണ്ട ഒരു രണ്ടാമത്തെ വെല്ലുവിളി, പുതിയ വെല്ലുവിളി, ആ ഹാദിസായ വെല്ലുവിളി എന്ന് വെക്കും. സാദുൽ മആദ് ഇപ്പോഴും ചോദിക്കാണ്. നിങ്ങൾ ഉയർത്തിക്കാണിച്ച സാദുൽ മആദിനെ കുറിച്ചാ ഇപ്പോഴും ചോദ്യം. നിങ്ങൾ ഉയർത്തിക്കാണിച്ച സാദുൽ മആദിൽ നിങ്ങൾ വായിച്ച ഇബാറത്ത് നിസ്കാരത്തിന്റെ ശേഷം ഇമാം തിരിഞ്ഞിരുന്ന് മഅ്മൂമുകളുമായി കൂട്ടപ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണെന്ന് ആ കിതാബിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇപ്പോഴും ആവർത്തിച്ച് മറുപടി പറയുന്നു, സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. ആവർത്തിച്ച് മറുപടി പറയുന്നു. മൗലവി എന്റെ മുമ്പിൽ വന്നിട്ട് കിതാബ് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. മൗലവിയുടെ വഞ്ചന, മൗലവിയുടെ വഞ്ചന. അത് ആൺകുട്ടികളെ മുന്നിൽ നടക്കൂല, മുജാഹിദുകളെ മുന്നിൽ നടക്കൂ. ആൺകുട്ടികളെ മുന്നിൽ നടക്കൂല. പരിശോധിക്കാൻ തയ്യാറുണ്ടോ? കിതാബ് വെച്ച് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമാണോ? നിങ്ങൾക്ക് ആ കിതാബ് വെച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ച് അർത്ഥം വെച്ച് ഒന്ന് പറയാൻ സാധ്യമാണോ? ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് നാം പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തന്നു. നിസ്കാരത്തിലെ സർവ്വ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ള പ്രാർത്ഥനകളാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. അത് മൂടി വെച്ചിട്ട് മൗലവി ജനങ്ങളോട് പറയാണ്, ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ നാ മൗലവി ചോദിക്കുന്നത്. അത് നിങ്ങൾ കേട്ടതിന്റെ ശേഷം നിങ്ങൾക്ക് ഞാനൊരു രസം കേൾപ്പിച്ചു. ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? അല്ല, ആണെങ്കിൽ മൗലവി കുടുങ്ങാൻ പോവുകയാണ്. കാരണം ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ച നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെങ്കിൽ മൗലവി നിങ്ങൾ എങ്ങനെ ദ്വാരക്കേണ്ടി വരിക? റബ്ബി ഫിർലി എന്ന് പറയാൻ പറ്റുമോ? റബ്ബി റഹ്മനി എന്ന് പറയാൻ പറ്റുമോ? വർസുഖ്നി എന്ന് പറയാൻ പറ്റുമോ? വഹ്ദിനി എന്ന് പറയാൻ പറ്റുമോ? വആഫിനി എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുമ്മ ബഅദ് ബൈനി വ ബൈന ഖതായ എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു എന്ന് പറയാൻ പറ്റുമോ? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഏകവചനം കൊണ്ട് ഇമാം പ്രാർത്ഥിച്ചാൽ വഞ്ചിച്ചു എന്ന് പറഞ്ഞതെങ്കിൽ മൗലവി നിങ്ങളെ കൊണ്ട് എത്തയിടിക്കലല്ലേ? നിസ്കാരത്തിൽ തന്നെ നിങ്ങളെ കൊണ്ട് കൂട്ടുപ്രാർത്ഥന നടത്തിക്കാനുള്ള ഏർപ്പാടായില്ലേ? അപ്പൊ നിങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ ഖദ്ദംനാ എന്നാക്കി മാറ്റണ്ടേ? നിങ്ങൾ റബ്ബി ഗ്ഫിർ ലനാ എന്ന് അതാ ഇരുത്തത്തിൽ പറയണ്ടേ? മൗലവി നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതെന്ന് നിങ്ങളെ വാദപ്രകാരം കുടുങ്ങുന്നത് നിങ്ങളല്ലേ? വഞ്ചന നടത്തുന്നത് നിങ്ങളാണെന്ന് ലോകത്തിന് മനസ്സിലാവുകയല്ലേ? എന്നാൽ നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് എന്നുള്ള ബാധാരത അയാള്. എന്നിട്ട് അയാളെന്താ പറയുന്നത്? പേരോട് റബ്ബി ഫിർ ലനാ എന്ന് പറയും, റബ്ബി ഫിർലി എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് കേട്ടോ നിങ്ങളല്ലേ വഞ്ചന നടത്തുന്നത്. ആ കിതാബിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ആ കിതാബിൽ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് വഞ്ചകനല്ലേ? നിങ്ങൾ ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ അല്ലെങ്കിൽ കുറ്റ്യാടിയിലെ നിങ്ങളുടെ ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രത്തിന്റെ പള്ളിയിൽ നിങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ മൂത്രക്കല്ല് ശൂത് തെറിപ്പിക്കുന്ന കറാമത്തുള്ള നിങ്ങളുടെ കേന്ദ്രത്തിന്റെ പള്ളിയിൽ മൂത്രക്കല്ല് മണിക്കൂറുകൾ കൊണ്ട് തെറിച്ചുപോയ എത്രയോ ആളുകൾ എഴുതിയ കത്ത്, ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം നമ്മൾ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രസവിക്കപ്പെടാത്ത എത്രയോ സ്ത്രീകൾ 10, 15, 20 കൊല്ലായിട്ട് എത്രയോ സ്ത്രീകൾ സിറാജിലേക്ക് നേർച്ചയാക്കിയിട്ട് അവർ ഗർഭിണികളായി പ്രസവിച്ചത് നമ്മൾക്ക് എഴുതിയ കത്തുകൾ ഫയലിൽ നമ്മൾ അഡ്രസ്സും ടെലിഫോൺ നമ്പറുള്ള കത്തുകളും ഫോട്ടോ സഹിതം വരെ നമ്മളെ CD തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ കുട്ടികളെ കിട്ടിയ ആളുകളെ അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ആരും ഞങ്ങൾക്ക് എഴുതിയിട്ടില്ലട്ടോ ഷൂ എന്ന് പറഞ്ഞ് തീർച്ചു, മൂത്രക്കല്ല് ഷൂ എന്ന് പറഞ്ഞ് തീർച്ചു എന്ന് ആരും എഴുതിയില്ല. ഈ മൗലവിന്റെ വാദപ്രകാരം അയാൾ സത്യം പറയുന്ന ആളാണ്. അപ്പൊ മൂത്രക്കല്ല് തെറിക്കുമ്പോ ഷൂ എന്ന ശബ്ദം കേൾക്കണമെങ്കിൽ അതാര് മൂത്രയ്ക്കുമ്പോൾ തെറിച്ചതായിരിക്കണം. അല്ലെങ്കിൽ മൗലവി അപ്പറഞ്ഞതും ഒരു കളവാണെന്ന് വന്നാൽ കളവിന്റെ ലീസിൽ ഒരു പട്ടികയിൽ ഒന്നും കൂടി കൂടും കേട്ടോ. ഇനി ബാക്കി വെക്ക്
പോലെ ഗർഭമില്ലാത്ത പെണ്ണുങ്ങൾക്ക് നേർച്ചയാക്കിയാൽ ഉടനെ ഗർഭം ധരിക്കുന്ന ആ കേന്ദ്രത്തിലെ പള്ളിയില്ലേ, ആ പള്ളിയിൽ നിങ്ങൾ ഇമാമത്തിനൊന്ന് നിസ്കരിക്കുമ്പോ നിങ്ങൾ ഒറ്റക്ക് എത്ര വാചകം പ്രാർത്ഥിക്കുന്നുണ്ട്? 2 സുജൂദിന്റെ ഇടയിൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വർസുഖ്നി എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ഇമാമ് നിന്നിട്ട് നിങ്ങൾ മുന്നിലുള്ള മഅ്മൂമീങ്ങളുടെ മുമ്പിൽ ഇമാമായി നിന്ന് കൊടുത്തിട്ട് നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വഞ്ചകനല്ലേ? നിങ്ങൾ അത്തഹിയാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറയാറില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി എന്ന് മഅ്മൂമീങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വഞ്ചന നടത്താറില്ലേ? ആ ഉദ്ധരണിയിൽ പറയുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെന്ന് പറഞ്ഞത് മൗലവിയല്ലേ? അപ്പൊ മൗലവി അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു റബ്ബി ഗ്ഫിർലി എന്ന് പറയുന്നത് വഞ്ചനയാണെന്ന് മൗലവി ഹത്തയിട്ട് സമ്മതിച്ചില്ലേ? വഞ്ചകനാരാ മൗലവി? നിങ്ങളെ വാദപ്രകാരം ആരാ വഞ്ചകനാകുന്നതെന്ന് ഒന്ന് ശരിക്ക് ഇരുന്നെന്ന് ചിന്തിക്കൂ മുജാഹിദേ. ആരാ വഞ്ചകനാകുന്നത്? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് വഞ്ചിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം വിവരിച്ചതായി പറഞ്ഞതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വേണമെങ്കിൽ അതാ അരണയെ പോലെ മറതി സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ടോ. നിസ്കാരത്തിന്റെ ഉള്ളിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതെന്ന് പറഞ്ഞത് പേരോടല്ലോ, അത് നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നല്ലേ അല്ലാഹുമ്മ ഗ്ഫിർലി പറയാറ്? അതുകൊണ്ട് അതൊന്നുകൂടി വെച്ചു കൊടുക്കുമോനെ. ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? റബ്ബി ഗ്ഫിർലി നിസ്കാരത്തിലല്ലേ? അത് പറഞ്ഞ് നിങ്ങളല്ലേ? അപ്പോൾ വഞ്ചിച്ചത് മൗലവി അല്ലേ? ഓ മൗലവി, ഞാൻ നീട്ടുന്നത് നിങ്ങൾ നീട്ടി പറ്റിക്കാനാണോ വിചാരിച്ചത്? പക്ഷേ ഞാൻ നീട്ടുന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കാനാണ്, നിങ്ങൾ നീട്ടുന്ന കള്ളം പഠിപ്പിക്കാനാണ് കേട്ടോ. മൂപ്പര് പറയുന്നത് ഞങ്ങളും കിതാബ് കണ്ടവരാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഞാനിങ്ങനെ കിതാബ് പൊക്കി പിടിക്കുമ്പോ മൂപ്പരും കാണാറുണ്ട്. അതൊന്ന് വെച്ചു കൊടുക്കുവാനെ. കിതാബ് ഞങ്ങളും കണ്ടവരാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ കിതാബിൽ നിന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. കിതാബ് വായിക്കാൻ അറബി തൊട്ട് അറിയുകയുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണോ? വാജ്പേയിയെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഒരു അറബി പത്രത്തിൽ വന്നപ്പോ അത് വാജ്പേയിന്റെ മൗലിദാണെന്നല്ലേ മൗലവി മനസ്സിലാക്കിയത്? മൂപ്പര തിരിവാടല്ലേ? കിതാബ് മനസ്സിലാകുന്ന ഒരു കോലമല്ലേ? എന്നിട്ട് വായിച്ചതോ? അത് വായിച്ച് നമ്മൾ കേട്ടതല്ലേ? ഒന്ന് വെച്ചുകൊണ്ടേ. في ميدان السفارة مذنبا هذا الرجل لازم الله من شخصية عظيمة ورحل مهارته في ميدان السفارة مذنبا. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഈ ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ധരണി ഉണ്ടല്ലോ, ആ ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ധരണി മൗലവി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ പറയുന്നു മഅ്മൂമീങ്ങൾ കൂടി ആമീൻ പറയൽ ആവശ്യമായ കുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ സ്വന്തം കാര്യം മാത്രം ഇമാമ് പ്രാർത്ഥിച്ചാ പോരാ. നാസിലത്തിന്റെ കുനൂത്താണെങ്കിലും ഇനി വിത്തറിന്റെ കുനൂത്താണെങ്കിലും ഏത് കുനൂത്താണെങ്കിലും അത് വേറെ വിഷയമാണ്. അങ്ങനെ മഅ്മൂമീങ്ങളെ കൂടി പങ്കെടുപ്പിക്കൽ, അവരുകൂടി പങ്കുചേരൽ ആവശ്യമായ അത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് വഞ്ചനയാണ്. ഖുനൂത്തിലെ പ്രാർത്ഥന പോലെ വനഹ്വിഹി, അത് പോലോത്ത പ്രാർത്ഥന പോലെയും, ഖുനൂത്ത് പോലോത്ത പ്രാർത്ഥന പോലെയും. എന്താണ് ഈ പോലോത്തത് എന്ന് ആദ്യം മൂപ്പര് വിവരിച്ചിട്ടുണ്ട്. എന്താ വിവരിച്ചത്? അത് ഇമാമ് ദുആ ചെയ്യുമ്പോൾ സ്വന്തം ശരീരത്തിന് വേണ്ടിയും മഅ്മൂമിങ്ങൾക്ക് വേണ്ടിയും നടത്തുന്ന പ്രാർത്ഥന. അതിൽ മഅ്മൂമിങ്ങൾ ആമീൻ പറയുകയും ചെയ്യും, വയസ്തരിക്കൂന, അവരെ കൂറുകൂടുകയും ചെയ്യും. അങ്ങനത്തെ പ്രാർത്ഥന ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഈ പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് എന്നറിയിക്കുന്ന ഉദ്ധരണിയാണ് ഇബ്നുൽ ഖയ്യിമിന്റേത്. അതിന് മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? ഖുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകളിൽ, ഖുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകളിൽ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പറയേണ്ടതെന്നറിയോ മൗലവി? അറബി അറിയെങ്കിൽ കനഹ്വി ദുആഇൽ ഖുനൂത്തി എന്നാ പറയേണ്ടി.
കദ്വായിൽ ഖുനൂതി വനഹ്വിഹി എന്നല്ല, കനഹ്വി ദുആയിൽ ഖുനൂതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം പോലെയാവും. ഖുനൂത്തിന്റെ ദുആ പോലോത്തതിൽ നിന്നാവും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് പറഞ്ഞെന്താണ്? കദ്വായിൽ ഖുനൂതി വനഹ്വിഹി, ഖുനൂത്തിന്റെ ദുആ പോലെയും വനഹ്വിഹി, ഖുനൂത്ത് പോലോത്തതിന്റെ ദുആ പോലെയും. മനസ്സിലായോ? അപ്പൊ അറബി പഠിക്കണം. കിതാബ് കണ്ടാ പോരാ, കിതാബ് ഓതി പഠിക്കണം. കാരണം ഈ മൗലവി കുടുങ്ങുന്നത് കാണുന്നില്ലേ നിങ്ങൾ? കിതാബ് കണ്ടവരാ, കണ്ടിട്ട് കാര്യമുണ്ടോ? അപ്പോ കദ്വായിൽ ഖുനൂതി വനഹ്വിഹി, ഖുനൂത്തിലെ ദുആ പോലെ, വനഹ്വിഹി ആ ഖുനൂത്ത് പോലോത്തതിന്റെ ദുആ പോലെയും. അത് ഈ നിസ്കാരത്തിൽ എന്നല്ല, ഖുനൂത്തിന്റെ പ്രാർത്ഥന. അതിന്റെ പ്രത്യേകത ഇമാമും മഅ്മൂമും കൂറായിട്ട് നടത്തുന്ന പ്രാർത്ഥന. അത് നിസ്കാരത്തിലുള്ളത് ഖുനൂത്ത്, നിസ്കാരത്തിന്റെ പുറത്തുള്ളത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. അല്ലെങ്കിൽ മൗലവി ഒരു കാര്യം ചെയ്യട്ടെ, വനഹ്വിഹി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ വേറൊരു ദുആ വേണ്ടേ? എന്നാ നിങ്ങൾ കൊണ്ടുവാ നിസ്കാരത്തിൽ ഖുനൂത്ത് അല്ലാത്ത വേറൊരു ദുആ ബഹുവചനം കൊണ്ട് നടത്തേണ്ടത് കൊണ്ടുവാ. ഖിറാഅത്തിനെ സംബന്ധിച്ചല്ല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഓതണ്ട, അത് ഖിറാഅത്ത. ഖിറാഅത്തുൽ ഫാത്തിഹ നിർബന്ധം, ദുആഉൽ ഫാത്തിഹത്തല്ല. ശരി, അതും കൊണ്ട് വിവരക്കെടുമെന്ന് പറയണ്ട. അപ്പോ അല്ലെങ്കിൽ അതുകൊണ്ട് വഞ്ചന മാത്രം വെക്കാൻ മാത്രമാകുക ചെയ്യുക. അത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഓതിയില്ലെങ്കിൽ അത് പിന്നെ വെറും വഞ്ചന മാത്രമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്ക് മൗലവി പറയണം, വേറെ ഒരു പ്രാർത്ഥന നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ വനഹ്വി എന്ന് വേറൊന്നുണ്ടെങ്കിൽ പറ. നിങ്ങൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വേറെ ഇല്ല, ഞാനല്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഇബ്നുൽ ഖയ്യിമിന്റെ മഖ്ബറയിൽ പോയി പറ. വേറെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കള്ളത്തരാണ്. ഞങ്ങൾ ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥം നോക്കിയിട്ടാ പറയും. ഇനി മൂപ്പര് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ഉദാഹരണ സഹിതം പറഞ്ഞ് മൂപ്പര് കുടുങ്ങാണ്. ആസിലത്തിന്റെ ഖുനൂത്ത് അല്ലേ, വിത്തറിലെ ഖുനൂത്ത്, ആ രണ്ട് ഖുനൂത്ത് തന്നെയല്ലേ? രണ്ട് ഖുനൂത്ത് തന്നെയല്ലേ? മൂപ്പരൊട്ടാകെ തെരഞ്ഞു നോക്കി ഖുനൂത്തല്ലാത്തൊരു ദുആ നോക്കുമ്പോ ഖുനൂത്തുമല്ലാണ്ട് വേറെ ഒന്നും പോയി വീഴുന്നില്ല. നിസ്കാരത്തിലെ ദുആ പരിശോധിച്ച് നോക്കുമ്പോഴേ ആ മൂപ്പര് ഇരുട്ട് തപ്പുന്നത് കണ്ടോളിക്കും. ഉദാഹരണത്തിന് ഒരാൾ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നു, വിത്തറിൽ ഖുനൂത്ത് ഓതുകയാണെന്ന് സങ്കല്പിച്ചോ. അതല്ലെങ്കിൽ ഒരു മുസ്ലിമീങ്ങൾക്ക് ഒരു പൊതു വിപത്തുണ്ടായപ്പോ രാഷ്ട്രത്തിന്റെ ഖാദിയങ്ങ് ഓർഡർ പുറപ്പെടുവിച്ചു, എല്ലാവരും വിപത്തിനെതിരെയുള്ള നാസിലത്തിന്റെ ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞപ്പോ ഇമാം കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, നീ ഹിദായത്തിലാക്കിയവരെ പോലെ നീ എന്നെയും ഹിദായത്തിലാക്കണേ എന്ന് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മഅ്മൂമിങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുന്നുവെങ്കിൽ സ്വന്തം കാര്യം പ്രാർത്ഥിച്ചിട്ട് മഅ്മൂമിനെ വഞ്ചിച്ചവനല്ലേ? അതിനെക്കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചാണെങ്കിൽ മൗലവി കദ്വായിൽ ഖുനൂതി എന്നല്ലാതെ വനഹ്വിഹി എന്ന് സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം എന്തിന് പറഞ്ഞു മൗലവി? വനഹ്വി എന്ന് അതിന്റെ കൂടെ കദ്വായിൽ ഖുനൂതി വനഹ്വിഹി എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വാചകം ഉള്ള കാലത്തോളം മൗലവി ഈ കൊടുക്കും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. വനഹ്വി എന്നെന്തിനു പറഞ്ഞു? എന്നാൽ മൗലവിക്ക് പറ്റിയൊരു അക്കിടിയുണ്ട്. ഇനി അതാ പറയാം. മൗലവി എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്താ വെല്ലുവിളി അറിയോ? സാദുൽ മഅദിൽ പറഞ്ഞത് നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ മൂപ്പരുണ്ട് ഒരു വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി ഒന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ എന്റെ മൗലവിക്ക് പറ്റിയ അക്കിടിയാണെന്ന് മനസ്സിലാ. ഒന്ന് വെച്ചുവിട്ടവനെ. ഇതാണോ ചെയ്യേണ്ടത്? ഇനി സുഹൃത്തുക്കളെ മൂപ്പരോട് അപ്പൊ കണ്ടോ, സംഗതി മനസ്സിലായില്ലേ? ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളി. അപ്പൊ കേൾക്കുന്നവർക്കൊന്നുമില്ല, ആ ശരിയെന്നെ ടൈല ഉണ്ടാവും. അപ്പറഞ്ഞ വിഷയത്തിലാണോ അത് പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നു. ആവർത്തിച്ച് ഉണ്ടെങ്കിലൊന്ന് പറയുന്നടുത്ത പ്രസംഗത്തില് ആ പറഞ്ഞ വിഷയത്തിൽ തന്നെയാണെന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയും. കാണാം മറുപടി ഇൻഷാ അല്ലാഹ്. എന്താ കാണിക്കുക? മൗലവി കാണിക്കാത്ത സാധനം എന്തെങ്കിലും കാണിക്കുമോ? ഇതുവരെ കാണിക്കാത്ത എന്തെങ്കിലും മൗലവി കാണിക്കാവോ? ഞാൻ പിന്നെ അതൊന്ന് കാണിക്കുന്നതാണ് അവർക്ക് വന്നിട്ട് അതാ കണ്ടു. മുജാഹിദികളൊക്കെ ഒന്ന് കാണട്ടെ നിങ്ങൾ കാണിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇയാൾ ഇക്കിടി പറ്റിയെന്നറിയോ? സാദുൽ മആദിൽ ഏതോ ഒരു മൗലവിയുടെ മൂപ്പർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. സാദുൽ മആദിന്റെ കോപ്പി ഇയാൾ ഇത് കണ്ടിട്ടുണ്ടാവുമോ? കണ്ടിട്ടുണ്ടെ തന്നെ പൂർണ്ണമായിട്ട് നോക്കിയിട്ടുണ്ടാവും. സാദുൽ മആദിൽ ഒരു സ്ഥലത്ത് ഈ ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ടെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അമ്മദ്ദുആഉ ബഅദ സലാമി മിന സ്വലാത്തി മുസ്തഖ്ബിലൽ ഖിബ്ലത്തി അവിൽ മഅ്മൂമീന ഫലം യകുൻ ദാലിക മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലൻ വലാ റുവിയാൻ ബി ഇസ്നാദിൻ സഹീഹിൻ വലാ ഹസനിൻ
وأما تخصيص ذلك بصلاتي الفجر والعصر فلم يفعل ذلك هو ولا أحد من خلفائه ولا أرشد إليه أمته وإنما هو استحسان رآه من رآه إبضا من السنة بعدهما والله أعلم. وعامة الأذية المتعلقة بالصلاة إنما فعلها فيها وأمر بها فيها وهذا هو اللائق بحال المصلي فإنه مقبل على ربه يناجيه ما دام في الصلاة فإذا سلم منها انقطع تلك المناجاة وانزال ذلك الموقف بين يديه والقرب منه فكيف يترك سؤاله في حال مناجاته والقرب منه والإقبال عليه ثم يسأله إذا انصرف عنه ولا ريب أن عكس هذا الحال هو الأولى بالمصلي. ഈ ഇബാറത്ത് കണ്ടുപെട്ടതാ പോലെ എന്താ ഈ ഇബ്നുൽ ഖയ്യിം പറയുന്നത് അറിയോ? ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്താ പറഞ്ഞത്, മനസ്സിലാക്കിയിട്ട് അതിന്റെ മറുപടി പറഞ്ഞ ഇബ്നുൽ ഖയ്യിം പറയുന്നത് നിസ്കാരത്തിന് സലാം വീട്ടിയ ശേഷം ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടോ മഅ്മൂമിലേക്ക് മുന്നിട്ടുകൊണ്ടോ ദുആ നടത്തുക അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് സുബീഖും അസറിനും മാത്രം അത് ചെയ്യുന്നത് അത് ഖുലഫാഉർ റാഷിദീങ്ങളോ അല്ലെ നബിയോ ആരും ചെയ്തിട്ടില്ല, അതങ്ങനെ പ്രത്യേകം ഉമ്മത്തിലോട്ട് പഠിപ്പിച്ചിട്ടില്ല, അത് നല്ലതാണെന്ന് വിചാരിച്ചാരോ ചെയ്തതാണ്. എന്നിട്ട് മൂപ്പര് പറയാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ നിസ്കാരത്തിലാണ്, നിസ്കാരത്തിൽ ചെയ്യണമെന്നാണ് കൽപ്പനയും. കാരണം നിസ്കരിക്കുന്നവനാണല്ലോ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യനായവൻ. കാരണം അവൻ പടച്ചവനിലേക്ക് മുന്നിട്ട സമയം അതാണല്ലോ, അള്ളയുമായി ഈ സംഭാഷണ സമയം നിസ്കാരത്തിലാണല്ലോ. പിന്നെ നിസ്കാരത്തിൽ സലാം വീട്ടിയാൽ ആ സംഭാഷണം മുറിഞ്ഞില്ലേ, ആ അടുപ്പം നീങ്ങിയില്ലേ, പിന്നെ ആ സംഭാഷണം നടത്തുമ്പോൾ അള്ളാഹിനോടൊന്നും ചോദിക്കാതെ സംഭാഷണം കഴിഞ്ഞിട്ട് പടച്ചവനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയില്ലല്ലോ. ഈ ഉദ്ധരണി മൂപ്പർക്കാരോ എഴുതി കൊടുത്തിട്ടുണ്ടാവും വലിയ മൗലവിമാൻ. ഇപ്പൊ മൗലവിന്റെ ധാരണ എന്താ അറിയോ? ഇബ്നുൽ ഖയ്യിം ജൗസി നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനക്ക് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയില്ലെന്നും അത് സുന്നത്തില്ലെന്നും അത് അനുയോജ്യമല്ലെന്നുമുള്ള വാദക്കാരനാണ് എന്നാ മൗലവി മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയോണ്ടാ മൂപ്പര് വലിയ വെല്ലുവിളിച്ചത് എന്ത് അക്കിതാബ് പറഞ്ഞത് അക്കിതാബ് കൊണ്ട് തെളിയിക്കാൻ കഴിയോ നിസ്കാരത്തിന് ശേഷമുള്ളതാണ്. കാരണം ഇത് വായിക്കാന്ന് വിചാരിച്ചിട്ടാ മൂപ്പരത് ചെയ്തിട്ടുണ്ടാകുക. മൗലവി ഇക്കോണിയുമ്പോ കൂടി ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ കയറിയതെങ്കിൽ ഇക്കോണി ഇപ്പൊ പേരോട് വെച്ചിക്കോട്ട് മാറ്റിയാണ് നിങ്ങൾ അതിന്റെ മോള് ഇറങ്ങലുണ്ടാവില്ല. ശരിക്കും മനസ്സിലാക്കി. ഇബ്നുൽ ഖയ്യിം ജൗസി പറഞ്ഞത് എന്താ, അതിന്റെ ബാക്കി വായിക്കണം മൗലവി. അപ്പൊ തിരിയും ഇബ്നുൽ ഖയ്യിം പറഞ്ഞ എന്താണ് കേട്ട ബാക്കി ഇല്ല അന്നഹാഹുനാ നുക്തത്തൻ ലതീഫ. പക്ഷേ ഇവിടെ വേറൊരു പോയിന്റ് പറയാനുണ്ട്. വഹുവ അതെന്താണ് ആ പോയിന്റ്? അന്നൽ മുസല്ലിയ നിശ്ചയമായി നിസ്കരിക്കുന്ന ആള് ഇദാ ഫറഗ മിൻ സലാത്തിഹി അയാൾ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ വദക്കറല്ലാഹ എന്നിട്ട് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിയാൽ വഹല്ലലഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ വസബ്ബഹു എന്ന് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ വകബ്ബറഹു അല്ലാഹു അക്ബർ ചൊല്ലിയാൽ വഹമിദഹു അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ ബിൽഅദ്കാരിൽ മസ്റൂഅത്തി ശറഇൽ വന്ന ദിക്റുകളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ തുടങ്ങിയതൊക്കെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന ആള് ചൊല്ലിക്കഴിഞ്ഞാൽ എപ്പോ നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയാണ് ദിക്റൊക്കെ ചൊല്ലിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിസ്കാര ശേഷം സലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അവൻ ഉദ്ദേശിക്കുന്ന ദുആ നടത്തലും അപ്പോൾ സുന്നത്താണ്. അപ്പൊ ഇബ്നുൽ ഖയ്യിം ജൗസി പറഞ്ഞതെന്താ, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ദുആ നടത്തല്ല വേണ്ടത്, ദിക്റും സലാത്തും ചൊല്ലിയിട്ടാണ് ദുആ നടത്തൽ സുന്നത്ത്. ദിക്റും സലാത്തും ചൊല്ലുന്നതിന് മുമ്പ് സലാം വീട്ടിയ ഉടനെ ഒരു ദുആ നടത്തലല്ല, ദിക്റും ദുആയും നടത്തിയിട്ട് ദുആ നടത്തുകയാണ് വേണ്ടത് എന്നാണ് സഹോദരന്മാരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിന്റെ ഉടനെ ദിക്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് നബി തങ്ങളെ മേൽ സലാത്തും ചൊല്ലിയിട്ട് ഉദ്ദേശിക്കുന്ന ദുആ നടത്തൽ അവന് സുന്നത്താണ്. നിസ്കരിക്കുന്നവന് അതിൽ ഇമാമും പെട്ട് മഅ്മൂമും പെട്ട് എല്ലാവരും പെട്ട് ദുആ സുന്നത്ത് തന്നെ. എന്നിട്ട് അദ്ദേഹം പറയാണ് വയഖൂലു ദുആഉ വസീബ ഹാദിഹിൽ ഇബാദത്തി സാനിയ ലാ ലികൗനിഹി ദുബുറ സലാത്തി.
നിസ്കാരത്തിന്റെ ഉടനെയായതിന്റെ പേരിലല്ല ദുആ, ഈ കൊണ്ടുവരുന്ന മഹത്തായ ദിക്റിന്റെയും സലാത്തിന്റെയും ശേഷമായത് കൊണ്ടാണ് ദുആ സുന്നത്താകുന്നത്. വയഖൂലു ദുആഉ അഖീബ ഹാദിഹിൽ ഇബാദത്തി സാനിയ ലാ ലികൗനിഹി ദുബറ സ്വലാത്തി. അത് ഈ രണ്ടാമത്തെ ഇബാദത്തിന്റെ ശേഷമായ വകയിലാണ്, നിസ്കാരത്തിന്റെ ഉടനെയായ വകയിലല്ല. ഇതാണ് മൂപ്പര് പറയുന്ന ആശയം. അതിന് മൂപ്പര് പിന്നീട് തെളിവും പറയുന്നത് ഹദീസ് ഉദ്ധരിക്കുന്നു. എന്താ ഹദീസ്? ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഫഇന്ന കുല്ല മൻ ദക്കറല്ലാഹ വഹമിദഹു വഅസ്ന അലൈഹി വസല്ല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്തുഹിബ ലഹു ദുആ വഖീബ ദാലിക കമാ ഫീ ഹദീസ് ഫളാലത്ത് ബിൻ ഉബൈൻ ഇദാ സല്ല അഹദുകും ഫല്യബ്ദഅ ബിഹംദില്ലാഹി വസ്സനാഇ അലൈഹി ثم ليصلي على النبي صلى الله عليه وسلم ثم ليدعو بما شاء. قال الترمذي حديث صحيح. സഹീഹായ ഹദീസാണ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള സഹാബത്ത്, ആ സഹാബത്ത് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെ പറയുകയാണ്, ഇദാ സല്ല അഹദുകും, നിങ്ങളിൽ വല്ലവരും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫല്യബ്ദഅ ബിഹംദില്ലാഹി, അവൻ അൽഹംദുലില്ലാഹ് ചൊല്ലട്ടെ, വസനായി അലൈഹി, അല്ലാഹുവിനെ സ്തുതിക്കട്ടെ, ثم يصلي على النبي صلى الله عليه وسلم, പിന്നെ സലാത്ത് ചൊല്ലട്ടെ, ثم يدعو بما شاء, പിന്നെ ഉദ്ദേശിച്ച പ്രാർത്ഥന നടത്തട്ടെ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം തന്നെ അവിടെ പറയുകയാണ്. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ, ഇബ്നുൽ ഖയ്യിം നിസ്കാരത്തിന്റെ ഉടനെ ദിക്റും ദുആയും നടത്തുന്നതിന് മുമ്പൊരു ദുആ, അങ്ങനെ സുന്നത്തില്ല എന്നൊരു വാദം അദ്ദേഹത്തിനുണ്ട്. ദിക്റും ദുആയും സലാത്തും കഴിഞ്ഞാൽ സുന്നത്താണ് തന്നെയാണ് അയാളും പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇബ്നുൽ ഖയ്യിം അൽ ജൗസി നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ദിക്റും ദുആയും സലാത്തും കഴിഞ്ഞിട്ട് ദുആ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ദുആ നടത്തുമ്പോ അത് കൂട്ടുപ്രാർത്ഥനയാക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. നിസ്കാരം പറയുന്നത് ദുആ ഇല്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന് മർദൂദും തള്ളപ്പെടേണ്ടതാണ്. കാരണം ധാരാളം ഹദീസിൽ നിസ്കാരത്തിന്റെ ഉടനെയുള്ള ദുആ എന്ന നിലക്ക് തന്നെ ദുആ വന്നിട്ടുണ്ട്. അത് ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി അവസാനം പറയുന്നു, വഫഹിമ കസീറും മിമ്മൻ ലഖീനാഹു, നമ്മൾ കണ്ടെത്തിയ പലരും മനസ്സിലാക്കി, മിനൽ ഹനാബിലത്തി, ഹംബലി മദ്ഹബിൽപ്പെട്ട, അന്ന മുറാദ് ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ദേശം നഫിയു ദുആഇ ബഅദ സ്വലാത്തി മുത്ലഖൻ, നിസ്കാരത്തിന് ശേഷം നിരുപാധികം ദുആ ഇല്ലെന്ന് നിഷേധിക്കലാണെന്ന് ചിലർ മനസ്സിലാക്കി. വലൈസ കദാലിക, ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് നിരുപാധികം നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ലെന്നല്ല. ഫഇന്ന ഹാസില കലാമിഹി, ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന്റെ ആകത്തുക അന്നഹു നഫാഹു ബിഖൈദി ഇസ്തിംറാർ ഇസ്തിഖ്ബാലിൽ മുസല്ലിൽ ഖിബ്ലത വഇറാദിഹി ബഅദ സലാം, നിസ്കരിക്കുന്ന വ്യക്തി ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ദുആ സുന്നത്തില്ലെന്നും, അതുപോലെ സലാം കഴിഞ്ഞ ഉടനെ സലാമിന്റെ ശേഷം ദുആ കൊണ്ടുവരുന്നത് പ്രത്യേകം സുന്നത്തില്ലെന്നുമാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നാ മുഖം കൊണ്ട് തിരിഞ്ഞിരുന്നാൽ ഔ ഖദ്ദമൽ അദ്കാറൽ മസ്റൂഅത, അല്ലെങ്കിൽ ശറഇൽ വന്നിട്ടുള്ള ദിക്റുകളൊക്കെ ആദ്യം കൊണ്ടുവന്നാൽ ഫലാ യംതനു ഇൻദഹു ലിതിയാന ബിദുആഇഹി നൈദിൻ, ഇബ്നുൽ ഖയ്യിമിന്റെ അഭിപ്രായത്തിലും അപ്പോൾ ദുആക്ക് തടസ്സമില്ല. അയാളുടെ അഭിപ്രായത്തിലും ദിക്ർ കഴിഞ്ഞാൽ ദുആ ഉണ്ട് കേട്ടോ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ കിതാബ് തവാഫിൽ അത് രേഖപ്പെടുത്തി വിശദീകരിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മാദിലെ ആദ്യത്തെ വാചകം ഏതോ മൗലവിമാര് ഈ ഷാർജയിലെ സാധുവിനെ എഴുതി കൊടുത്തപ്പോ അത് കണ്ടിട്ട് പെട്ടുപോയതാണ് മൗലവി. അതാ മൗലവി നിങ്ങൾ ആ കിതാബ് കൊണ്ട് തൊലിക്കോ എന്നൊക്കെ ആനത്തല പോലെയുള്ള വെല്ലുവിളി കൊണ്ടുവന്നത്. പക്ഷേ മൗലവി കിതാബ് ഓതി പഠിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. വിവരമുള്ളവരെ ദീനിന്റെ നിയമം പറയാമൂ. ഇത് നന്നായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കണം.